الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد اللهم ألهمنا مراشد أمورنا وأعيذنا من شرور أنفسنا ومن سيئات أعمالنا وأعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ ഇരുത്തത്തെ കാരണമാക്കുമാറാവട്ടെ. കുറച്ച് ചേർന്നിരുന്നോളി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനാണ്, അവൻ ഒറ്റയാണ്, അവൻ ആരിലേക്കും ആവശ്യമില്ലാത്തവനാണ്. അവന് പങ്കുകാരില്ല, അവന് വസീറില്ല, അവന് മുഷീറില്ല, അവന് മുഈനില്ല, മന്ത്രിയില്ല, അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങൾ നടത്താൻ മേസ്രിയില്ല, ഒന്നുമില്ല. ഓൻ തന്നെ തൻഹ അക്കേല ബാദ്ഷാഹി. അവനൊറ്റക്കൊരു രാജാവാണ്, മാലിക്കുൽ മുലൂക്കാണ്, രാജാക്കന്മാരുടെ രാജാവാണ് അല്ലാഹു. അവൻ മുമ്പേ ഉള്ളതാണ്. അൽ അവ്വൽ ലൈസ ഖബ്ലഹു ഷൈ. അല്ലാഹ് മുമ്പേ ഉള്ളവനാണ്, ഓൻക്ക് മുമ്പായിട്ട് ഒന്നുമില്ല. അൽ ആഖിർ ഏറ്റവും അവസാനമുള്ളവനാണ്. ലൈസ ബഅദഹു ഷൈ, അതിന് ശേഷം വേറെ ഒന്നുമില്ല. അവൻ ഖാലിഖാണ്. അവൻ ഖാലിഖ് എന്ന അർത്ഥത്തിൽ ഒരു വസ്തുവിലേക്കും ഒരു സൃഷ്ടിയിലേക്കും ഒന്നിലേക്കും ആവശ്യക്കാരനെയല്ല. അവൻ നിരുപാധികം അവന്റെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കും. അവൻ ഖാദിറെ മുത്തലഖാണ്, ഫഅാലുൽ ലിമാ യുരീദാണ്, യഫ്അലു മാ യശാ ആണ്. അവന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കാൻ ഒരാളിലേക്കും അവൻ ആവശ്യക്കാരനല്ല. അവനൊറ്റക്ക് അവന്റെ കാര്യങ്ങൾ ഫുള്ള് നടത്തുകയാണ്. അതുണ്ടെങ്കിൽ നടത്തിത്തരാ, ഇല്ലെങ്കിൽ കഴിയില്ല, അങ്ങനല്ല. അവൻ എന്താണോ ഉദ്ദേശിച്ചത് അവൻ നടപ്പിലാക്കും. യഫ്അലു മാ യശാ, ഉദ്ദേശിച്ച പ്രവർത്തിക്കും. അതിന് വേറൊന്നും തടസ്സമില്ല. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അവൻ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ, അതുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഫയകൂൻ, അതുണ്ടാകും. അവന്റെ ഇറാദത്ത് അതുണ്ടായാൽ മതി. ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. മുഫസ്സിരിങ്ങൾ, ഉലമാക്കൾ എഴുതുന്നുണ്ട് കിതാബിൽ, കുൻ എന്ന ലഫ്ളിലേക്കും അല്ലാഹു ആവശ്യക്കാരനല്ല. ഉണ്ടാവുക എന്ന് പറയാനും അല്ലാഹു, പിന്നെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് കുൻ എന്നുള്ളത്. അല്ലാഹുലേക്ക് ഒന്നും ആവശ്യമില്ല. അവൻ ബേനിയാസാണ്, ഒരാളിലേക്ക് ആവശ്യമില്ല. ഇങ്ങനെ ഒരു അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക്. മക്കക്കാർ ചോദിച്ചു, ഉൻസുബ് ലനാ റബ്ബക്, അന്റെ റബ്ബിനെ നമുക്കൊന്ന്, അതിന്റെ നസബ്, അന്റെ റബ്ബിന്റെ ആ പരമ്പര ഒന്ന് പറഞ്ഞിരുന്നു. മറുപടി അല്ലാഹു തആല പറഞ്ഞു, ഖുൽ, നബിയെ തങ്ങളവർക്ക് എന്റെ നസബ് പറഞ്ഞിടത്തേക്ക്, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു അഹദാണ്, അല്ലാഹു അഹദാണ്, അല്ലാഹു ഒരുവനാണ്, അവൻ ഏകനാണ്.
അള്ളാഹു വാഹിദ് അല്ല. അള്ളാഹു വാഹിദ് എന്നുള്ള പദം നമ്മളും ഉപയോഗിക്കും ചിലപ്പം. ഞാൻ എന്റെ കച്ചവടത്തിൽ വാഹിദ് മാലിക്കാണ്, ഞാൻ ഒറ്റക്കേ ഉള്ളൂ, പാർട്ട്ണർ ഇല്ല എന്നർത്ഥം. അഹദ് അത് അള്ളാഹ് മാത്രം. ഖുൽ ഹുവ അല്ലാഹു അഹദ്. അല്ലാഹു സമദ്, അവൻ സമദാണ്. സമദ് എന്ന് പറഞ്ഞാൽ നിരാശ്രയൻ, മറ്റുള്ളവരിലേക്ക് ആവശ്യമില്ലാത്തവൻ എന്നൊക്കെ നമുക്ക് പറയാം. മലയാളം അത്രക്കേ പറയാൻ കഴിയുള്ളൂ. സമദ് എന്നും സമദ് തന്നെയാണ്. അസ്സമദ് എന്ന് പറഞ്ഞാൽ ഖാലിഖ് അല്ലാഹ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ മഖ്ലൂഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വസ്തുവിലേക്കും ഒരു സൃഷ്ടിയിലേക്കും ഒരവസ്ഥയിലും ഒരു സാഹചര്യത്തിലും ഒരു കാലഘട്ടത്തിലും ഒന്നിനും ഒരു സൃഷ്ടിയിലേക്കും ആവശ്യമില്ലാത്തവൻ. മുഴുവൻ സൃഷ്ടികളും എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിനും അള്ളാഹുവിലേക്ക് എല്ലായ്പ്പോഴും ആവശ്യക്കാരാണ്. അസ്സമദ്. അള്ളാഹ് ഒരവസ്ഥയിലും ആരിലേക്കും ആവശ്യക്കാരല്ല, എല്ലാരും എല്ലായ്പ്പോഴും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അങ്ങനെയുള്ള സമദാണ് അവൻ. അവൻ ഒറ്റക്ക് ഉണ്ടാക്കിയതാണ് എല്ലാത്തിനെയും. അവൻ മുബ്ദിയാണ്. മുബ്ദി എന്ന് പറഞ്ഞാൽ മുൻ മാതൃക ഇല്ലാതെ ഉണ്ടാക്കണവൻ. മുൻ മാതൃക ഇല്ലാതെ ഉണ്ടാക്കുന്ന ആളാണ് ആര്? അള്ളാഹ്. മനുഷ്യൻ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതിനൊക്കെ മുന്നിൽ എന്തുണ്ടാവും? മാതൃകകൾ ഉണ്ടാവും, മോഡലുകൾ ഉണ്ടാവും. അള്ളാഹു മോഡലില്ലാതെ മെറ്റീരിയൽ ഇല്ലാതെ ഉണ്ടാക്കണവനാണ്. നമുക്ക് എന്തുണ്ടാക്കണമെങ്കിൽ അതിന്റെ മെറ്റീരിയൽ വേണം. അള്ളാഹ്ക്ക് ഇതിനൊന്നും ആവശ്യമില്ല. ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഭൂമിന്റെ മെറ്റീരിയൽ, വൃക്ഷം ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന്റെ മെറ്റീരിയൽ ഇല്ലാതെ മുൻമാതൃക ഇല്ലാതെ ഉണ്ടാക്കണാണ് അള്ളാഹു. അവൻ മുബ്ദിയാണ്, അവൻ ഖാലിഖാണ്, അവൻ ബാരി ആണ്, അവൻ മുസവ്വിറാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പരിശുദ്ധവാനാണ് എല്ലാ ന്യൂനതകളിൽ നിന്നും. ഇങ്ങനെയുള്ള ഒരു അള്ളാഹ്. സർമര, ഈ അള്ളാഹിനെ നമുക്ക് പരിചയമില്ല. നമ്മൾ സാധാരണ അള്ളാഹ് എന്ന് പറയുന്നത് ഒരല്ലാഹ്, ചെറുപ്പത്തിലേക്ക് കേട്ട ഒരല്ലാഹ്. ആരാണ് നമ്മൾ അള്ളാഹ്? നമ്മൾ അള്ളാഹു ആരാണ്? എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കണം, എന്റെ അള്ളാഹു ആരാണ്? എന്റെ അള്ളാഹുവിന്റെ ഖുദ്റത്ത് എന്താണ്? എന്റെ അള്ളാഹുവിന്റെ താക്കത്ത് എന്താണ്? എന്റെ അള്ളാഹു ആരാണ്? സാർമാരെ, അള്ളാഹിനെ മനസ്സിലാവാത്തോണ്ടാണ് അള്ളാഹിനെ അനുസരിക്കാൻ കഴിയാത്തത്. സത്യം. നമ്മളൊക്കെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ കൽപ്പനകളുണ്ട്, തലച്ചോറിന്റെ ഉള്ളിൽ കൽപ്പനകളുണ്ട്, അള്ളാഹുവിന്റെ നിരോധനകളുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. അറിഞ്ഞിട്ടും ഇത് പ്രവർത്തിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? അള്ളാഹ് ആരാണ്? അവന്റെ ഖുദ്റത്ത് എന്താണ്? അവൻ ഞാനുമായിട്ട് എങ്ങനെയാണ് ഇടപെടുന്നത് നമുക്കറിയില്ല. എങ്ങനെ എന്റെ കാര്യത്തിൽ അള്ളാഹു ഇടപെടും നമുക്കറിയില്ല. അള്ളാഹ് പറയാൻ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. ആയത്തുൽ കുർസി ഖുർആനിലെ ഏറ്റവും പവർഫുൾ ആയത്ത്. തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഒന്നും ഇങ്ങനത്തെ ഇത്ര പവറുള്ള ആയത്തില്ല. കാരണം അല്ലാഹ് പറയാണ്, അല്ലാഹ് ആരാണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറെ ഇലാഹില്ല. ആരാധനക്കർഹനായി അവന്റെ ദാത്തിൽ, അവന്റെ സിഫാത്തിൽ ഒന്നിലും അവന് ശരീക്കില്ല, അവന് പങ്കുകാരേ ഇല്ല. അവൻ ഒറ്റക്കാണ്. അവന്റെ സിഫാത്തിലില്ല, അവന്റെ അസ്മായിൽ അവന് പങ്കുകാരില്ല. ഫുൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, ലാ ഇലാഹ ഇല്ലാഹു. സർമര മുഴുവൻ സിഫാത്തുകളിലും അല്ലാഹു ഏകനാണ്, അവൻ ഒറ്റക്കാണ്. അവന്റെ സിഫാത്തിൽ അവൻ പൂർണ്ണനാണ്. ലാ റാസിഖ ഇല്ലല്ലാഹ്, ലാ റാസിഖ ഇല്ലല്ലാഹ്, ലാ നാഫിഅ ഇല്ലല്ലാഹ്, ലാ ളാറ ഇല്ലല്ലാഹ്, ലാ മാനിഅ ഇല്ലല്ലാഹ്, ലാ നാഫിഅ ഇല്ലല്ലാഹ്. എല്ലാ സിഫത്തിലും അല്ലാഹ് ഒറ്റക്കാണ്. ഇതൊക്കെ ഫുള്ളോനാണ്. റാസിഖ് അല്ലാഹ് മാത്രമേ ഉള്ളൂ. അല്ലാഹ് അല്ലാത്ത വേറെ ആരും റാസിഖില്ല. ബാക്കിയൊക്കെ അബ്ദുർ റാസിഖ്മാരാണ്. റാസിഖ് അല്ലാഹ് മാത്രം.
ലാ നാസിറ ഇല്ലല്ലാ, നാസിർ അല്ലാഹ് മാത്രമേ ഉള്ളൂ. ലാ ഷാഫിയ ഇല്ലല്ലാ, ലാ കാഫിയ ഇല്ലല്ലാ. മുഴുവൻ സിഫാത്തുകളിലും അവന്റെ അസ്മായിലും അവൻ തന്നെ തൻഹാ അക്കേല ബാദിഷായെ, അവൻ ഒറ്റക്കൻ. അവന്റെ ഒരു സിഫാത്തിൽ ആർക്കും കൂടാൻ കഴിയില്ല. അള്ളാഹുവിന് മുസ്തഹീലായ സിഫത്തുകളുണ്ട്. എത്രണ്ണം? വാജിബായ സിഫത്തുകളുണ്ട്. എത്രണ്ണം? അങ്ങനൊന്നും ചോദിക്കരുത്. നമ്മൾ ദീൻ ഹോൾസെയിൽ ചെയ്യുന്ന ജില്ലയിലെ കാര്യപ്പെട്ട പ്രധാനികളാണ്. പഠിച്ചോളി. മുസ്തഹീലായ സിഫത്തുകൾ, അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത ഗുണങ്ങൾ, ലവാജിബായ സിഫത്തുകൾ, നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട ഗുണം. മുസ്തഹീലായ സിഫത്തിൽപ്പെട്ടതാണ് മുമാസലത്തുല്ലിൽ ഹവാദിസ്, സൃഷ്ടികളോട് തുല്യമാവുക എന്നുള്ള അള്ളാഹ്ക്ക് ഉണ്ടാവാനേ പറ്റൂല. മുസ്തഹീലാണ്, ഒരിക്കലും ഉണ്ടാവാൻ പറ്റൂല. മുഖാലിഫത്തുല്ലിൽ ഹവാദിസ്, സൃഷ്ടികളോട് എതിരാവുക, അത് അള്ളാഹുവിന് വാജിബായ സിഫത്താണ്. നിർബന്ധമായിട്ട് അള്ളാഹ് മുഴുവൻ സൃഷ്ടികളോട് എതിരായിരിക്കണം. കാരണം അള്ളാഹിനോട് തുല്യമായിട്ട് വേറൊന്നുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഇ, അവനെപ്പോലെ ഒന്നുമില്ല. ഒന്ന് അവൻ മാത്രമേ ഉള്ളൂ, അവനെ പോലെ ഒന്നുമില്ല. സർവർ ഇങ്ങനത്തെ അള്ളാഹിനെ പരിചയപ്പെടുത്താൻ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ. നിങ്ങൾ ചൊല്ലലുണ്ടത്? ആയത്തുൽ കുർസി എല്ലാവർക്കും അറിയാൻ മതിയാവുന്ന തോന്നുന്നുണ്ടല്ലേ? അറിയില്ലേ? നിങ്ങളതൊന്നും പറയാത്ത അറിയില്ലേ? അറിയാം. ചൊല്ലലുണ്ട് നിങ്ങള്? എപ്പോഴല്ലേ? നിസ്കാരത്തിന് ശേഷം, 5 വക്ത് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതിയ എന്താ കിട്ടുക? സ്വർഗം കിട്ടുന്നുണ്ടോ? മരണം 5 വക്ത് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ ഓന് സ്വർഗണ്ട് എന്നല്ല പറഞ്ഞത്. അങ്ങനെ ഹദീസില്ല. ഓൻക്ക് സ്വർഗത്തിൽ കയറാൻ ആകെ മരണം മാത്രമേ എന്തുള്ളൂ, തടസ്സമുള്ള. മരിച്ചിട്ടാ മതി, എന്തായിക്കോളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാരും അതല്ലേ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാ ഇഞ്ഞി നോക്കാം. ഇൻഷാ അല്ലാഹ് കഥാർത്ഥം. ചെയ്ത് കഴിഞ്ഞതിന് ഇൻഷാ അല്ലാഹ് ഇല്ല. ചെയ്ത് കഴിഞ്ഞതിന് വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ യശാ അല്ലാഹ്. ഗദൻ, നാളെ അത് ചെയ്യാം എന്ന് പറയണമെങ്കിൽ, എന്നുവെച്ചാൽ അടുത്ത നിമിഷത്തിൽ ചെയ്യാൻ പറ്റെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. ചെയ്യണേന് എന്തില്ല വൈ? ഞമ്മക്ക് എല്ലായിടത്തും ഇൻഷാ അല്ലാഹ് തന്നെ. ആവശ്യം ഉണ്ടായാലും ഇല്ലെങ്കിലൊക്കെ എന്താ ഈ ഇൻഷാ അല്ലാഹ് പറഞ്ഞാല്? അനങ്ങ ഇൻഷാ അല്ലാഹ്. എല്ലാരും ചെയ്യല്ലേ? എല്ലാരും ചെയ്യൂലേന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ്. ചെയ്യല്ലേന്ന് ചോദിച്ചാൽ അതുകൊണ്ട് എന്തായാലും ചെല്ലണം. ചെല്ലൂല ഇൻഷാ അല്ലാഹ്. നിങ്ങളെ പറയാത്ത ഇൻഷാ അല്ലാഹ് പറയില്ലേ? ചെല്ലൂല ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാരും ചെല്ലണം. എനിക്ക് ചെറിയ റിക്വസ്റ്റ് എന്റെ ഇടയിൽ കൊടുക്കാൻ പറയാനുള്ള എന്തെന്നാ, നമ്മളെ ആയത്തുൽ കുർസി ഓതിയ പിശാച് ആ പരിസരത്തേക്ക് വരൂല. പക്ഷെ നമ്മള് മിക്കവാറും ഓതിയ അതിലൂടെ പോണവനൊക്കെ ഇതിലങ്ങട്ട് വരും. എന്തുകൊണ്ട് നിങ്ങൾ അറിയും? നമ്മളത് മിക്കവാറും ആയത്തുൽ കുർസി ആവില്ല. കാരണം അയിനില്ല, ഹായില്ല. ആയത്തുൽ കുർസിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് ഇപ്പൊ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നും മിക്കവാറും അറിയലുണ്ടാവില്ല. നമ്മളിങ്ങനെ ഒരു ഓളിയിൽ കേട്ടൊരു പഠിച്ചൊരു സാധനമാണ് ആയത്തുൽ കുർസി. ശരിക്കും അതിന്റെ മഹ്റജും അതിന്റെ കാര്യവും അതോ വിചാരിച്ച മാതിരി ഓതിയാലല്ലേ ഖുർആനാവുള്ളൂ. അതുകൊണ്ട് ആയത്തുൽ കുർസി നല്ല പോലെ ഏതെങ്കിലും ഒരു ആലിമിനെ അഫിലിനൊക്കെ സമീപിച്ച് ശരിയാക്കണം. സ്വർഗത്ത് പോണ്ടേ നമുക്ക്? പോണ്ടേ? അതുകൊണ്ട് ഓതണം. അത് ഓതും അതിന്റെ കൂട്ടത്തിൽ ഈ അർത്ഥം കൂടി പഠിക്കണം. എന്താണ് അള്ളാഹ് അത്ര വലിയ ഗൗരവത്തിൽ അള്ളാഹിനെ പരിചയപ്പെടുത്താണ് ഖുർആനിൽ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവൻ ഹയ്യാണ്, അവൻ ഖയ്യൂമാണ്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. ലാ തഖുദുഹു നൗമുൻ മതി. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അവന്
മയക്കല്ല, തൂങ്ങി ഉറക്കൂല്ല, പിന്നെ പിന്നെ ഉറക്കൂല്ല. തൂങ്ങി ഉറങ്ങലുണ്ടല്ലോ, മനസ്സിലായില്ലേ? എങ്ങനെ മിക്കവാറും ബയാനിൽ നമ്മൾ എന്ത് ചെയ്യലാണ്? തൂങ്ങി ഉറങ്ങലാണ്. തൂങ്ങി ഇങ്ങനെ ഉറങ്ങും, ഇഷ്ടം ഉഷാറായിട്ട് ഉറങ്ങും. തൂങ്ങി ഉറങ്ങലും ഇല്ല അല്ല. എന്നുവെച്ചാൽ അല്ല ഒരു നിമിഷം അശ്രദ്ധനയല്ല എന്നർത്ഥം. കുല്ല യൗമിൻ, പിന്നെ കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ ദിവസവും അവൻ അവന്റെ കാര്യത്തിലാണ്. എന്ന് വെച്ചാൽ അവൻ ഉറങ്ങാതെ ഒരിക്കലും അശ്രദ്ധനാവാതെ ആ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ, എപ്പോഴും അടിമകളെ വീഴ്ചിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, എന്റെ റബ്ബ് നിന്നെ പതിയിരുന്ന് നോക്കിക്കൊണ്ടിരിക്കാണ്. സർമതി അള്ളാഹ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹിനോട് ഖുർബുണ്ടാകുക, അള്ളാഹിനോട് അടുപ്പുണ്ടാകുക. ഒരാളെ മനസ്സിലാക്കുന്നതിനനുസരിച്ചാണ് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടാകുക. സഹാബാക്കൾ അള്ളാഹിനെ അങ്ങനെ മനസ്സിലാക്കി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അള്ളാഹിനെ മനസ്സിലാക്കി കൊടുത്തു. സഹാബാക്കൾ അങ്ങനെ ഹൃദയത്തിനുള്ളിൽ ഏറ്റെടുത്തു അള്ളാഹിനെ. അപ്പം ആ അള്ളാന്റെ കൽപ്പന ധിക്കരിക്കൽ ഭയങ്കര ഇടങ്ങാറാവും. ഒരാളെ പവർ മനസ്സിലായാൽ പിന്നെ അത് എതിര് ചെയ്യാൻ, പോലീസ് ഓഫീസർ ഒരു കാര്യം പറഞ്ഞു, അതിന്റെ സ്റ്റാറിന്റെ ലെവല് മനസ്സിലായാൽ അതിനനുസരിച്ച് അയാളോട് പെരുമാറുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലാവും. കലക്ടർ, അതിന്റെ അപ്പുറത്തുള്ള ആള്, ഓരൊക്കെ നമുക്കറിയാം. ഓരോ മാത്രമേ അതിനോട് ഓരോ അനുസരിക്കല്, ഒരു പറഞ്ഞ കേക്കലൊക്കെ നമുക്ക് എന്താണ്. അർജന്റായിട്ട് ഒരു പരിപാടിക്ക് പോവാണ്, അപ്പോഴാണ് സ്റ്റേഷനിൽ ഫോണെന്ന്, നിങ്ങളെ എത്രയും പെട്ടെന്ന് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും കലക്ടർ കാണണം പറഞ്ഞിട്ട് കലക്ടർ എത്തണം എന്നവിടെ. എനിക്ക് കല്യാണത്തിന് പോകണ്ട, കല്യാണത്തിനൊന്നും പോകാൻ അവിടെ പറഞ്ഞാൽ പറ്റില്ല, 4 മണിക്കുന്ന് അവിടെ ഓഫീസിൽ എത്തിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് പറഞ്ഞാല്, ഇന്ന് അറസ്റ്റ് ചെയ്ത് ഞാൻ കല്യാണത്തിന് പോകാന്നറിയോ? കല്യാണത്തിന് പോകുന്ന പറയില്ല, ആയിക്കോട്ടെ 4 മണിക്ക് എത്തിയാൽ 3:50 എത്തണമെന്ന് ചോദിക്കും. നമ്മള് നേരത്തെ കാലത്ത് എത്തിണ്ടാവും, കാരണം നമുക്കറിയാനുള്ള പവർ എന്താണ്. പക്ഷെ ഈ അള്ള വിളിച്ചാൽ നമുക്ക് എത്താൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? വിളിക്കുന്ന അള്ളനെ നമുക്കറിയില്ല. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അള്ളാഹ് പറയാണ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതൊക്കെ ആരുതാണ്? പറയ് അള്ളാഹ്. ഞമ്മളാണെങ്കിൽ ഞമ്മൾതാക്കാൻ വേണ്ടി പാഞ്ഞെടുക്കാണ്. അതിൻ്റെത്, ഇതിൻ്റെത്, ആ പറമ്പിൻ്റെത്, ഈ പറമ്പിൻ്റെത്, ഇനിയിപ്പോ ഞാൻ വാങ്ങാൻ വിചാരിച്ച പറമ്പ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് നമ്മൾ അതിനു വേണ്ടി പാഞ്ഞുകൊടുക്കാൻ. അള്ളാഹ് പറയണ, ചങ്ങായി ഇതിനു വേണ്ടിയല്ലേ ഈ പായുന്നത്? അതാരുതാണ്? ലഹു മാഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതൊക്കെ ആരുതാണ്? മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അള്ളാന്റെ അനുമതി കൂടാതെ ഓന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ ആരള്ളത്? ശുപാർശ ചെയ്യണമെങ്കിൽ തന്നെ എന്ത് വേണം? അള്ളാഹ് അനുവദിക്കണം. അനുവദിക്കാതെ ശുപാർശക്കും കൂടി ധൈര്യം ഉണ്ടാവില്ല. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ഷാ. മുമ്പുള്ളത് പിമ്പുള്ളത് മുഴുവൻ വസ്തുക്കളെ പറ്റിയും അവന്റെ ഇൽമ് ഇഹാത്ത, അവന്റെ ഇൽമ് മൂടിയിരിക്കുകയാണ്. അവന്റെ വളയത്തിന്റെ ഉള്ളിലാണ് മുഴുവൻ ഉള്ളത്, പുറത്തായിട്ട് ഒന്നുമില്ല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ ഒക്കെ വിശാലമായി കിടക്കുകയാണ് അള്ളാന്റെ കുർസി. അവന്റെ കുർസി അവന്റെ കുർസി ആകാശഭൂമികളെക്കാളൊക്കെ വിശാലമായി കിടക്കാണ്. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. ഈ ആകാശങ്ങളെയും ഭൂമിയൊക്കെ സൂക്ഷിക്കണതിന്റെ പേരിൽ അള്ളാഹു കുഴങ്ങി പോകുന്നില്ല, അവൻ ക്ഷീണിച്ചു പോകുന്നില്ല, അവന്റെ കൈമെന്ന് പുറത്തം വിട്ടു പോകുന്നില്ല. അവൻ ഉന്നതനും മഹാനുമാണ്. ആര് പറയാണ്? ആകാശങ്ങളെയും ഭൂമി, അതിലുള്ള മുഴുവൻ വസ്തുക്കളെയും സൂക്ഷിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും പരിപാലിക്കുന്നവനൊക്കെ ആരാണ്? ഞമ്മക്ക് രാവിലെ അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ തോന്നാണ് ഞാൻ എന്തോ ഭയങ്കര സംഭവം. എനിക്കിങ്ങനെ തോന്നാണ് ഞാൻ ഇവിടെ ഭയങ്കര സംഭവമാണ്. വെറുതെ തോന്നാണ്. കാരണം ഇതൊക്കെ ആരെ നിയന്ത്രണത്തിലുള്ളത്?
നമുക്ക് ആലോചിക്കണമെങ്കിൽ അല്ലാഹ് വേണം. അള്ളാന്റെ ഇൽമു കൂടെ അതൊന്നും നടക്കൂല സാർമാര്, ഒന്നും നടക്കൂല. നിങ്ങൾ ഒറ്റയ്ക്ക് അള്ളാനെ നമ്മളെ അള്ളാന്റെ ഖുദ്റത്ത്, അവന്റെ താക്കത്ത് മനസ്സിലാക്കണം. മനസ്സിലാക്കണതിനനുസരിച്ച് അടുപ്പുണ്ടാവും. ആരോട്? അള്ളാനോട് അടുപ്പുണ്ടാവും. അള്ളാഹുവിന്റെ ഓരോ ഇൽം, അവന്റെ ഇൽമ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അവന്റെ ഇൽമ് ഒരു ന്യൂനതയില്ലാത്ത, ഒരു അറിവ് ഒന്നും മറയൂല അള്ളാഹുവിന്റെ ഇൽമെന്ന്. യാ മല്ലാ തറാഹുൽ ഉയൂൻ, കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തവനെ അള്ളാനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. യാ മല്ലാ തറാഹുൽ ഉയൂൻ വലാ യസിഫുൽ വാസിഫൂൻ, വിശേഷണം പറയുന്നവർക്ക്, വർണ്ണിക്കുന്നവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വർണ്ണന പൂർത്തിയാക്കാൻ സാധിക്കൂല. വലാ യസിഫുൽ വാസിഫൂൻ വലാ തുഖാലിതുഹുൽ ദുനൂൻ, ഭാവിക്കുന്നവന് അവന്റെ ഭാവന പൂർത്തീകരിക്കാൻ സാധിക്കൂല. അള്ളാഹിനെ പറ്റി ഭാവന ചെയ്തിട്ട് ഭാവന പൂർത്തിയാക്കാൻ കഴിയില്ല. വലാ തുഖാലിതുഹുൽ ദുനൂൻ വലാ തുഗയ്യിറുൽ ഹവാദിസ് വലാ യഖ്ശദ് ദവായിർ, കാലഘട്ടങ്ങളുടെ അവസ്ഥകളെ ഭയപ്പെടുന്നവൻ അവൻ. അതിന്റെ വ്യതിയാനങ്ങൾ, കാലഘട്ടങ്ങനെ മാറി, അപ്പൊ അള്ളാഹ്ക്കും മാറ്റം ഉണ്ടായി, അത് ഉണ്ടാവില്ല. കാലഘട്ടം എത്ര മാറിയാലും അള്ളാഹ്ക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. കാലഘട്ടങ്ങളുടെ ഭീതിപ്പെടുത്തലുകൾ, അതിന്റെ വ്യതിയാനങ്ങൾ അള്ളാഹിനെ ഭയപ്പെടുത്തുകയില്ല. ഇങ്ങനെയുള്ളവനാണ് അള്ളാഹ്. യഅലമു മസാഖീലൽ ജിബാൽ, പർവ്വതങ്ങളുടെ തൂക്കം അറിയുന്നവനാണ് അള്ളാഹ്. ഒരു മല എത്ര തൂക്കണ്ടെന്ന്? മല പറഞ്ഞ എന്താ? നമ്മൾ സാധാരണ കാണലും മല. ശരിക്ക് ഖുർആനിൽ പറയുന്നുണ്ട് വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ നാം ആണികളാക്കി, കുറ്റികളാക്കി. പർവ്വതങ്ങൾ എന്താക്കി? വത്ത് എന്ന് പറഞ്ഞ ആണിയാണ്. പർവ്വതങ്ങളെ നാം ആണികളാക്കി. എന്തിന്? ഭൂമിക്ക്, ഭൂമി ഉറച്ചു നിൽക്കാനുള്ള ആണികളാക്കി. ആണി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനത്തിൽ ഇപ്പൊ മിമ്പർമേല എവിടെയെങ്കിലും ആണി അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്ടായ? ഇതൊന്നും ആണില്ല പോയി. ഏതൊരു ആണി ഇങ്ങനെ നോക്കിയാല് ആകെ കാണുള്ള എന്താണ്? ആ മുകളിലുള്ള ആ വളയം മാത്രമേ കാണുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഫുള്ള് എവിടെയാണ്? അതിന്റെ ഉള്ളിൽ കാണും. ഇതേമാതിരി വൽ ജിബാല ഔതാദ, പർവ്വതങ്ങൾ എന്ന മാണികളാക്കി പറഞ്ഞാൽ ഈ മുകളിൽ പൊന്തിക്കുന്ന സാധനം എന്താ അറിയോ? എന്താണ്? നമ്മൾ അതിനെ മല എന്ന് വിചാരിച്ചിക്കണേ. പക്ഷെ ആ സാധനം എവിടുക്കള്ള്? ചില കോറികളൊക്കെ നോക്കിയാൽ കാണാം. കണ്ടിട്ട് നിങ്ങള് കരിങ്കല്ലൊക്കെ പൊട്ടിക്കുന്ന കോറികൾ നോക്കിയാൽ താഴത്തേക്ക് ഇങ്ങനെ പൊട്ടിച്ചു പോയില്ലോ. പിന്നെ അവസാനം വെള്ളമൊക്കെ കാണുമ്പോ എന്താക്കലാണ്? നിർത്തുന്നതാണ്. ഈ പർവ്വതം, ഒരു പർവ്വതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ മുട്ട് മാത്രല്ലല്ലേ, അതിന്റെ ആഴത്തിലേക്ക് പോണത്. അതിന്റെ ഫുൾ തൂക്കറിയും ആർക്ക്? അല്ലാഹ്. യഅലമു മസാഖീലൽ ജിബാൽ വമകായിലൽ ബിഹാർ, സമുദ്രങ്ങളുടെ കൈൽ അറിയും. കൈൽ എന്ന് പറഞ്ഞാ കൈൽ അറിയില്ല. എന്താ? കേട്ടിണില്ലേ? കണ്ടില്ല? നിങ്ങളുണ്ടോ? കയ്യിലുണ്ടില്ല. ഞാനോ ഭയ ആ സാധനം തന്നെയാണ്. ഏത് സാധനം? ഇപ്പൊ കയ്യിൽ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ല ഒരു സാധനം. എന്ത് ഭരണമായി? ആ കറി കഞ്ഞിയൊക്കെ കുടിക്കുന്ന ആ സാധനത്തിന്റെ പേരെ കയ്യിൽ. അറബിയാണ്. നമ്മൾ അറബിയല്ലേ സംസാരിക്കുള്ളൂ. കയ്യിൽ. ഈ എണ്ണ കോരലിന്റെ മുമ്പ് ഇല്ലേ, 50 ഗ്രാം 100 ഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടായില്ലേ, ഒരു അലൂമിനിയത്തിന്റെ. അതിനെന്താ പറയല്? ഇപ്പൊ ആർക്കും പേരറിയില്ല. സാധനം മനസ്സിലായില്ല ഞങ്ങൾക്ക്? ഒരാൾ ടിന്നുമ്പോ ഇങ്ങനെ കൊളത്തിടും, ഒരു വളഞ്ഞ കൊക്കൊക്കെ ഉണ്ടാവും. എന്താ അതിന് പറയല്? ഇംഗ്ലീഷ് പറയരുത്, മലയാളം ആയിക്കോട്ടെ. അളവ് പ്രശ്നമില്ല. ആ സാധനത്തിനൊരു പേരുണ്ടാവില്ലേ? നിങ്ങൾ ഗൾഫിലേന്ന് തോന്നുന്നുണ്ടല്ലേ? പോട്ടെ, മലയാളികൾ ഉണ്ടാവില്ല ഇവിടെ. അയവ കുയ്യൽ എന്ന് പറയും. ഈ കയ്യില് മാറിയതാണ്. മനസ്സിലായില്ലേ? യഅലമു മസാഖീലൽ ജിബാൽ വമകായിലൽ ബിഹാർ. കൈൽ, സമുദ്രത്തിന്റെ വെള്ളത്തിന്റെ കൈൽ, അതിന്റെ അളവ് കൃത്യമായിട്ട് അറിയാം. ആർക്ക്? എങ്ങനെ സമുദ്രത്തിന്റെ അളവ് അറിയാം?
കൃത്യമായിട്ടുള്ള അളവ്. ഇത്ര ആഴണ്ടെന്ന് എന്നുള്ള ആളുകൾക്ക് അറിയുള്ളൂ, ഇത്ര കിലോമീറ്റർ ആഴം എന്നേ അറിയുള്ളൂ, ഇത്ര വെള്ളം അറിയില്ല. പക്ഷെ അള്ളാഹ്ക്ക് വെള്ളത്തിന്റെ കയ്യിൽ അതിന്റെ അളവ് കൃത്യമായിട്ട് അറിയാം. എങ്ങനെ കൃത്യമായിട്ട് അറിയാം? സമുദ്രത്തിന്റെ പ്രത്യേകത പറഞ്ഞാല് ഈ വലിയ വലിയ നദികളൊക്കെ എവിടുക്കാ ചെന്ന് ചേർന്ന്, എവിടുക്കാം ഫുള്ള് നിറഞ്ഞൊഴിക്കണ ചാലിയാറ് ബാക്കിയൊക്കെ ചെന്ന് ചേർന്നത് എവിടുക്കാണ്? കടൽക്കാണ്. അപ്പൊ അങ്ങനെ വരുന്നതിനനുസരിച്ച് ഇത് എന്താ ഉണ്ട് ഇത് കൂടിയോണ്ടിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് കയ്യിൽ ഇതിന്റെ കറക്റ്റ് അളവ് അള്ളാഹ്ക്കറിയാം. യഅലമു മസാഖിലൽ ജിബാൽ വമകായിലൽ ബിഹാർ വഅദദ ഖത്രിൽ അംതാർ. മഴത്തുള്ളികളുടെ എണ്ണം അള്ളാഹ്ക്കറിയും. മഴ അറിയുന്നല്ല, എന്തറിയും? ഇപ്പൊ പൈപ്പ് വന്ന് ഇട്ടുകൊണ്ടിരിക്കണതിന്റെ എണ്ണം നമുക്കറിയില്ല. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക, അതിന്റെ എണ്ണം വരെ നമുക്ക് കിട്ടില്ല. മഴ എമ്മാതിരി സ്പീഡ് വരുന്നുണ്ട്. ചെറിയ ചാറ്റൽ മഴകളൊക്കെ ഉണ്ടാവും, പല ഐറ്റംസ് മഴ ഉണ്ട്. ഖുർആൻ എന്ന ഐറ്റംസ് മഴകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മഴകൾ, ഇതിന്റെ തുള്ളികൾ, അതിന്റെ തുള്ളിന്റെ കൃത്യമായ എണ്ണം കമ്മട്ടല്ല അള്ളാഹ്ക്ക് അറിയുന്നു. അദദ ഖത്രിൽ അംതാർ വഅദദ വറഖിൽ അസ്ജാർ. വൃക്ഷങ്ങളുടെ ഇലകളുടെ എണ്ണം അറിയും. ഒരു പുളി, നെല്ലിമരം, അയിമലൊക്കെ എത്ര ഇല ഉണ്ടാവും? എത്ര ഉണ്ടാവും? റെയിൻബോണൊക്കെ ഉണ്ടാവോ? സാർമാരെ അറിയില്ല, മനുഷ്യനറിയില്ല. ഫുൾ സാധാരണ ഗോഡൌണിലൊക്കെ സ്റ്റോർ കീപ്പർമാരുണ്ടാവും, അത് ഫുള്ള് കമ്പ്യൂട്ടറിൽ കയറ്റിണ്ടാവും. ഏത് സ്റ്റോറിലുള്ള സാധനം. പിന്നെ അവിടുന്ന് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? അത് കമ്പ്യൂട്ടറിൽ നിന്ന് അത് ഔട്ടേക്കും ചെയ്യും. ഇത്ര ഇവിടുന്ന് പോയിട്ടുണ്ട്, ഇവിടുത്തെ സ്റ്റോക്ക് ഇത്ര ഉള്ളതെന്ന്. 4 തെറ്റും, ഉറപ്പായിട്ടും തെറ്റും. പക്ഷേ അല്ലാഹ് പറയാണ് വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, സൂറത്ത് അൻആം. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. അല്ലാഹുവിന്റെ ഇൽമില്ലാതെ ഒരു ഇല താഴത്തേക്ക് വീഴൂല. ഈ മുഴുവൻ ഇലകളുടെയും എണ്ണം എനിക്ക് അറിയുന്നു മാത്രല്ല, ഒരില അങ്ങോട്ട് താഴത്തേക്ക് വീഴണമെങ്കിൽ ആരനുവാദം വേണം? ഒരു കാറ്റങ്ങോട്ട് അടിക്കുമ്പോ കണ്ടമാൻ ഇല വരലുണ്ട്. നമ്മൾ വിചാരിക്കും കാറ്റാണ് അതിനെ കൊണ്ടുവരുന്നത്. അല്ല, അവകളുടെ സൃഷ്ടാവായ ഉടമസ്ഥനായ അള്ളാന്റെ അനുമതി പ്രകാരമാണ് ഓരോ ഇലയും വരുന്നത്. രാവിലെ പുളിന്റെ ഒട്ട് കിടക്കുന്ന ഇലക്ക് ഒക്കെ അള്ളാന്റെ അനുമതിയോട് കൂടി വന്നതാണ്. ഖുർആനാൻ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. അള്ളാന്റെ ഇൽമു കൂടാതെ ഒരു ഇലയും കൂടി താഴത്തേക്ക് പോകൂല. നിങ്ങൾ അള്ളാനെ പറ്റുന്ന ആലോചിച്ച് നോക്കിയാണ്. വെറുതെ ഉണ്ടാക്കിയൊന്നല്ല അത്. വാർപ്പിന്റെ മുകളില് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന അവിടെ ഒരു ആല് മുളക്കുണ്ടെങ്കിൽ അതിന്റെ ഇൽമ ആരേലുണ്ട്? നമ്മൾ അള്ളാന്റെ ഉണ്ട്. ഇതൊന്നും യാദൃച്ഛികമായി അങ്ങനെ ഉണ്ടാവുന്നല്ല. ഫുൾ അള്ളാന്റെ ക്രമീകരണത്തിലും തീരുമാനത്തിലും ഉണ്ടാകുന്നതാണ്. ഒരു ഇല പോലും അവന്റെ നിയന്ത്രണത്തിന്റെ പുറത്തല്ല. ഇല നിയന്ത്രണത്തിന്റെ പുറത്തല്ലെങ്കിൽ മരം എങ്ങനെ പുറത്താവും? ആ മരത്തുനിന്ന് ഉപയോഗപ്പെടുത്തുന്ന കായ്ക്കനികൾ എങ്ങനെ പുറത്താവും? ആ കായ്ക്കനികൾ തിന്നുന്ന മനുഷ്യൻ എങ്ങനെ പുറത്താവും? ഒരു ജീവിയും പുറത്താവില്ല. ഇവകളുടെ ഫുൾ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? അള്ളാന്റെ കൈമേലാണ്. അള്ളാൻ അങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ വിചാരിച്ച മാതിരൊന്നല്ല. അള്ളാഹു ചോദിക്കുക നമ്മളോട്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. എന്താ നിങ്ങൾ വിചാരിക്കണ്ടോ നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ നമ്മളിലേക്ക് മടക്കപ്പെടൂല എന്നാണ് നിങ്ങൾ വിചാരിക്കണേ? നിങ്ങളെ ജീവിതം കണ്ടാൽ അങ്ങനെ തോന്നും. ആദങ്ങുമെന്ന് തേങ്ങയും വലിച്ചു, ഈ പ്രാവുമെന്ന് ചക്കിയും വലിച്ചു, അയിമെന്ന് മാങ്ങയും പറിച്ചിരുന്നു, കടലിൽ നിന്ന് മീനും പിടിച്ചിരുന്നു. സുഖമായിട്ട് ഇങ്ങനെ ജീവിക്ക, ഇങ്ങനെ ആറാടി അഴിഞ്ഞാടി നിങ്ങൾ ഇങ്ങനെ ജീവിക്കണേ കണ്ട ഇതൊന്നും ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഉണ്ടായതാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ? എന്നിട്ട് ഇത് തിന്നു മുടിച്ച് ജീവിക്കണം. നിങ്ങളെ തോന്നിയാസങ്ങളെ കുരുത്തക്കടൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ ജീവിച്ച് മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നത് പോലെ ചത്തൊടുങ്ങാന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അഫഹസിബ്തും, എന്താ നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടോ? അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ വെറുതെ നാം സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, എന്താ നിങ്ങളെ നമ്മളിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങളുടെ ധാരണ? അങ്ങനെ നിങ്ങൾ ധരിക്കണ്ട. അങ്ങനെ ധരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുക. ഇതൊക്കെ വ്യക്തമായി ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, തീർച്ച ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ, അന്നേ ദിവസം എന്തിനെ കുറിച്ച്? അനിൻ നഈം, മുഴുവൻ അനുഗ്രഹങ്ങളെ കുറിച്ചും ചോദിക്കും.
അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചൂടുള്ള സമയത്ത്, ചൂടുകാലത്ത് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു അല്പം തണുത്ത വെള്ളം കുടിച്ചില്ലെങ്കിൽ അതിനെപ്പറ്റിയും അല്ലാഹു ചോദിക്കുന്നു. ഞാനുങ്ങളൊക്കെ കുടിച്ചു തീർത്തതിന്റെ കണക്ക് കൊടുക്കുകയാണെങ്കിലോ, കഴിഞ്ഞ ആഴ്ച എന്തൊക്കെ തിന്നു വെച്ചാൽ നമുക്കറിയില്ല, ഇന്നലെ എന്തൊക്കെ തിന്നു വെച്ചാൽ അതും നമുക്കറിയില്ല, ഇന്നിപ്പോ നോമ്പുറന്നതിന് ശേഷം എന്തൊക്കെ തിന്നു വെച്ചാൽ അതും അറിയലുണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ ഫുള്ള് കണക്ക് കൊടുക്കാനുള്ളതാണ്. വെറുതെ വിട്ടതൊന്നുമല്ല നമ്മളെ, നമ്മൾ വെറുതെ വിട്ടാന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഒരു ടെൻഷനും ഇല്ലാത്തേ. ഒരു ടെൻഷനും ഇല്ല, നമ്മൾ ഇഷ്ടം പോലെ അങ്ങനെ എടുക്കാതെ അങ്ങനെ പോവാ. ഇല്ലല്ല, വ്യക്തമായി നിയന്ത്രിക്കുന്നുണ്ട് നമ്മളെ. ഫുള്ള് റെക്കോർഡിലുള്ളത്, ഒന്നും വെറുതെ ഇല്ല, ഒരു ഇല പോലും വീഴില്ല അള്ളാന്റെ അനുമതി കൂടാതെ. ഫുള്ള് അവന്റെ നിയന്ത്രണത്തിൽ. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാലിഖുൽ ഹബ്ബി വന്നവാ, ധാന്യങ്ങളെ കീറുന്നവനാണ് അവൻ. ധാന്യങ്ങളെ കീറുക, അതിനെ പുറത്തേക്ക് കൊണ്ടുവരിക. അതാരാ ചെയ്യണേ? അറിയണേ? അല്ലാഹ്. ബൈ കശുവണ്ടിണ്ട്, അതിന്റെ തോല് വളരെ നൈസല്ലേ? ആണോ? കൈ കൊണ്ടൊക്കെ അങ്ങനെ തൊലിച്ചാ കിട്ടൂലേ? കിട്ടുവോ? കിട്ടൂല. അത് എന്ത് ചെയ്യണം? കത്തി വെച്ച് കീറിയാലേ അതിന്റെ പരിപ്പ് പുറത്തെടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് മുളക്കുമ്പോ ഒരു സാധനം വരലുണ്ട്. എന്താണ്? അതിന്റെ ഒരു നാമ്പ്. അത് കത്തിന്റെ മൂർച്ചല്ലേന്? ഉണ്ടോ? 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 അത് പൊട്ടിക്കണമെങ്കിൽ ആരെ കൊണ്ടുവരണോ? വെൽഡിങ് മെഷീൻ കൊണ്ടുവരണോ? കട്ടർ കൊണ്ടുവരണോ? അതുകൊണ്ട ചെറിയ കുട്ടി തൊട്ടാലും പൊട്ടും. പക്ഷെ അത് അതിനെ കീറി വരുന്നുണ്ട്. ഇതിനെ ആ കശുവണ്ടിന്റെ കട്ടിയുള്ള തോടിനെ കീറുണ്ട്. മാങ്ങന്റെ അണ്ടി അതിനെ കീറിയിട്ട് ചെറിയ നാമ്പ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊന്നും സ്വന്തം അത് കീറല്ല. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ, സൂറത്ത് അൻആം. അല്ലാഹ് കീറിക്കൊടുക്ക. ഓരോ അണ്ടിയും എന്ത് ചെയ്യാണ്? ചെറിയ പയറ് അതിന്റെ വിത്തും കീറിക്കൊടുക്കാണ്. ആര്? ചെറുപയറ് വെള്ളത്തിട്ടാല് അല്ലെങ്കിൽ എവിടെങ്കിലും വെച്ചാൽ എന്താവും? മുളച്ചു വരും. മണ്ണിലൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം പാർന്നു നിർത്താൻ മുളച്ചിങ്ങനെ വരും. ആ ചെറുപയറിന്റെ കട്ടിയുള്ള തോട് കീറുന്നത് വളരെ നൈസായ സാധനാണ്. അത് സ്വന്തം കീറല്ല, അല്ലാഹ് ഓരോന്ന് എന്താക്കി കൊടുക്കാന്? കീറിക്കൊടുക്കാൻ. നെല്ലിന്റെ ആ കട്ടിയുള്ള തൊലി കീറിയിട്ട് അതിന് ആ നാമ്പ് വരുന്നുണ്ട്. ഒരു കർഷകനോട് പറയാണ്, ഒരു ചാക്ക് നെല്ലാണ് എന്റെ പാടത്ത് ഇതാക്കാണെങ്കിൽ മുഴുവൻ നെല്ലൂജി ബ്ലേഡ് എടുത്ത് കീറി കൊടുത്താലേ മുളപ്പിച്ചു തരുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുക? നിങ്ങൾ പറയും. ഇവിടെ വെറുതെ മുളപ്പിച്ചു കൊടുത്തിട്ട് തന്നെ കൃഷി ചെയ്യാൻ ആളില്ല. അപ്പൊ എല്ലാത്തിനും കീറി കൊടുക്കണം നിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം? അത് വേണ്ടറിയും. അല്ലാഹ് പറയാൻ, ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ, ഫുള്ള് കീറി കൊടുക്കാന്. ആര്? തേങ്ങന്റെ എന്തൊക്കെയുള്ളേ? കട്ടിയുള്ള ചിരട്ട പൊട്ടിക്കണം. പിന്നെ ആ ചകരന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരണം ഒരു സാധനം. അതതിനത്ര പാരന്റെ പവറൊന്നും ഇല്ല. ഇനി ഉണ്ടോ? ഒന്നിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കി ഒടിഞ്ഞു പോവും. പക്ഷെ അത് കുത്തിക്കീറി ചിരട്ട പൊട്ടിച്ചിട്ട് ചകരി പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വരാണ്. സ്വന്തം വരല്ല. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ, അല്ലാഹ് കീറി കൊടുക്കാന്. ഓരോ ധാന്യത്തിനും കീറിട്ട് പുറത്തുകൊണ്ടുവരാ. പിന്നെ അതിനെ പറ്റി കണക്കുണ്ടാവില്ല. ആരെടുത്ത് പറയങ്ങള്? കണക്കുണ്ടാവുണ്ടാവണ്ടല്ലേ? ഒരു വലിയ ഗോഡൌൺ, ചോക്ലേറ്റിന്റെ ഫുൾ ഗോഡൌൺ, അതിന്റെ കൃത്യമായ കണക്കുണ്ടാവും. ആരേല്? അതിന്റെ ഓണർ എടുത്ത് ഓരോ പാക്ക് കൊണ്ടുവരുന്ന കമ്പനിക്കാർക്ക് അതിന്റെ കണക്കുണ്ടാവും. ഈ പാക്കിൽ എത്ര ഉണ്ടാവും? കറക്റ്റ് എണ്ണം പറയും. 110 ഉണ്ട്, ഇല്ല 115 ഉണ്ട്. എന്തുകൊണ്ടാണ് അവർ കൈ കൊണ്ട് എന്ത് ചെയ്യാനാണ്? ആ പാക്ക് ചെയ്യാണ്. അപ്പൊ 100 എണ്ണം പോതിന് എത്ര റുപ്യ എന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തർക്ക്? 1 കിലോ എത്ര കൊടുക്കാന്ന് പറഞ്ഞ പോതിനാണ്. 1 കിലോ എത്ര ഉണ്ടെന്ന് അവർക്കറിയാം. ഫുള്ള് ഓരോ ചെറുപയറും ഓരോ പരിപ്പും കീറി കൊടുക്കുകയാണ്. ആര്? അല്ലാഹ്. അതുകൊണ്ട് കൃത്യമായ എണ്ണം ഉണ്ടാവും അല്ലാഹന്റെ അടുക്കൽ. റിമാൽ, മണൽത്തരികളുടെ എണ്ണം അറിയും. ആര്? ഒരു ചാക്ക് മണലിന്റെ എണ്ണം അറിയാം നിങ്ങൾക്ക്? അറിയോ?
ഒരു ചാക്ക് വെച്ച് ഇങ്ങനെ ഒരു പുടുത്തം പിടിച്ചിട്ട് ഇത് എണ്ണാൻ പറഞ്ഞാല് അത്യാവശ്യം ഒരു 5-6 മാസത്തേക്ക് മണൽത്തരികളുടെ എണ്ണം അറിയാം അല്ലാഹ്ക്ക്. എന്നുവെച്ചാൽ ഇതൊന്നും വെറുതല്ല, കൃത്യമായി ഫുൾ കണക്കിലുള്ളത്. അവന്റെ നിയന്ത്രണത്തിലാണ്, അവന്റെ ഖുദ്റത്തിലും അവന്റെ ഖബളയിലാണുള്ളത്. ഇതൊന്നും പുറത്തുപോല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഈ അല്ലാഹനെ. ഒരു ധാന്യയുടെ മുളക്കുണ്ട്, ഒരു പ്ലാവാടെ ഉണ്ടായിട്ടുണ്ട്. ഈ പ്ലാവ് വെറുതെ ഉണ്ടാവില്ല. ചിലപ്പോ 30 ഏക്കർ, 40 ഏക്കർ, 100 ഏക്കർ, 500 ഏക്കറൊക്കെ ഉണ്ടാവും. അതിലൊക്കെ പ്ലാവ് മുളച്ചിട്ടുണ്ടായിട്ടുണ്ടാവും. ഒരു കുരുന്നൊരു ഏറെറിഞ്ഞാൽ മതി. ആർക്ക് ആർക്ക്? അതിന്റെ ആള് വെറുതെ ഒരു കുരുന്നൊരു ഏറെറിഞ്ഞാൽ മതി. അവിടെ എന്താ ഉണ്ടാകണേ? നിങ്ങൾ പറയും. ആ കുരു പൊട്ടിച്ച് കീറി അതിന് പിന്നെ പ്ലാവുണ്ടായി. ആ പ്ലാവ് വലിയ തടിയായി, വലിയ മരമായി. അയിമൽ ചക്ക ഉണ്ടാവാൻ തുടങ്ങി. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലേലും ചക്ക ഉണ്ടായി ഫുള്ള് കെട്ട് ചീഞ്ഞ് താഴത്തേക്ക് പുകൂലേ? അയിമന്ന് പിന്നെ ഉണ്ടാവും. പിറ്റേത്തെ കൊല്ലാവുമ്പോ കഴിഞ്ഞ കൊല്ലം 100 ചക്ക കൊടുത്തിട്ട് ഒറ്റൊന്നും ഇവൻ വലിച്ചിട്ടില്ല, തിന്നിട്ടില്ല. അതുകൊണ്ട് ഇനി ഈ പ്ലാവുമ്പോ ചക്ക ഉണ്ടാകുന്ന പ്രശ്നമില്ല. അങ്ങനെ ഉണ്ടോ? നിങ്ങൾ പറയാത്തെ? മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഒരിക്കലും കൊടുക്കൂല. ചക്ക കൊടുക്കുന്ന മുനിസിപ്പാലിറ്റി ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എത്ര ആക്കാൻ നീ 15 എണ്ണം, ഇനി ഇപ്രാവശ്യം എന്തായാലും അത്ര തരാൻ പറ്റില്ല, അയമാക്കൻ്റെ 2 പ്ലാവ് വലുതായി വരുന്നുണ്ട് അറിയും. പക്ഷെ അള്ളാഹ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, ആൾക്കാർ തിന്നോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹ് ആകെ ആഗ്രഹിക്കുന്നത് ഒന്ന് ശുക്രി ചങ്ങായി, ഒന്ന് തിന്നിട്ടൊന്ന് ശുക്രി. ഇന്നൊന്ന് മനസ്സിലാക്ക്. ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തആമി അന്നാ സബബ്നൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. ഖുർആൻ. ഫല്യൻദുരിൽ ഇൻസാൻ, മനുഷ്യനൊന്ന് ചിന്തിക്കില്ലേ, ഒന്ന് ആലോചിക്കില്ല? നിങ്ങള് എന്തോ ഒരു ചോദ്യാണ്. ഒന്ന് ആലോചിച്ചു നോക്കി ചങ്ങായിമാരങ്ങള്. ഫല്യൻദുരിൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിക്കട്ടെ, അവനൊന്ന് ആലോചിക്കട്ടെ, അവനൊന്ന് നോക്കട്ടെ. എവിടേക്ക്? ഇലാ തആമിഹി, ആകാശം, ഗാലക്സി കൂട്ടങ്ങൾ, അത് ഇത് എന്നൊന്നും പറഞ്ഞാ എന്ത് ചെയ്യൂല. ചിലപ്പോ എല്ലാവർക്കും നോക്കാൻ പറ്റുകയുള്ളൊന്നുമില്ല. തിന്നാന്ന് പറഞ്ഞാല് ഇലാ തആമിഹി, അവന്റെ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കിക്കൂടെ? വേറെടുക്കും നോക്കണ്ട. ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തആമിഹി. ഏത് സൂറത്തിലാ? ബഖറയിലാ? അങ്ങനൊന്നും ചോദിക്കരുത്. ബൈ അമ്മ ജുസയിലുള്ളത് സൂറത്ത് അബസ വതവല്ല, അതിലുള്ളതാണ്. എന്നുവെച്ചാല് ബഖറയും മായിദിയും ഒന്നും ഞമ്മ പൂർത്തല്ല എന്ന് പറഞ്ഞ താഴത്തെങ്കിലും നോക്കിങ്ങള്. ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തആമിഹി, അവനവന്റെ ആഹാരത്തിലേക്ക് നോക്കട്ടെ. ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തആമിഹി അന്നാ സബബ്നൽ മാഅ സബ്ബാ. നാം വെള്ളത്തെ ചൊരിയാണ്. ഒരു ചൊരിയൽ ഇങ്ങനെ ചൊരിയ. മഴ കണ്ടാൽ അറിയാം നമുക്ക് അല്ലേ? മഴ ചിലപ്പം കണ്ടാൽ നമുക്ക് ദേഷ്യം പിടിച്ച് എന്തൊക്കെ കാട്ടണമാരുണ്ടാവും. ഫുള്ള് കാറ്റും എടുത്ത് എറിയനൊക്കെ മാതിരി ഫുൾ ചൊരിയാണ്. അന്നാ സബബിനൽ മാഅ സബ്ബ. ഭക്ഷണം ഉണ്ടാവണമെങ്കിൽ, ധാന്യങ്ങൾ മുളക്കണമെങ്കിൽ, കൃഷി ഉണ്ടാവണമെങ്കിലൊക്കെ എന്ത് വേണം? വെള്ളം വേണം. അപ്പൊ അള്ള പറയാൻ, ഞാനിങ്ങനെ വെള്ളം ഇങ്ങനെ ചൊരിച്ചു തരാൻ. നമ്മള് അള്ള തന്ന വെള്ളം ഒരു 2 HP മോട്ടർ വെച്ചിട്ട് ഒന്ന് ഓൺ ചെയ്തിട്ട് ഒരു ഓവർഫ്ലോ കണ്ടുണ്ടായ അപ്പം പ്രശ്നം ഉണ്ടാക്കും. നമ്മള് എന്ത് വെള്ളം കളയുണ്ടാക്കാറ് പെണ്ണുങ്ങളോട് കച്ചറൊക്കെ ഉണ്ടാക്കും. ചിലർ ഓവർഫ്ലോ പൈപ്പ് അടുപ്പിക്ക് വെച്ചു കൊടുക്കും. എന്തിന്? ഡേ ഓഫാക്കാൻ. എന്നുവെച്ചാൽ ഓവർഫ്ലോ ആയാൽ അപ്പൊ ചൂടാവും. നമ്മള് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കും. പക്ഷെ അള്ളങ്ങനെ പെയ്യിക്കന്നെ. അതൊന്ന് ചിന്തിച്ചൂടെ നിങ്ങൾക്ക്? വെള്ളം ഇങ്ങനെ റോട്ടിലൂടെ കുത്തി ഒലിച്ചു പോകുന്നുണ്ട്. എപ്പോഴെങ്കിലും നമ്മളെ മനസ്സ് പടച്ചിട്ടുണ്ടോ? എന്റെ റബ്ബിന്റെ കുതിരത്താണിത്. ഇത്ര വെള്ളം ഒഴിച്ചിട്ട് മോന്റെ ഖജനാവിന് ഒരു കുഴപ്പമില്ല, ഒരു കമ്മിയില്ല. ഇതുവരെ ആരോടും ആവലാദ്യം പറഞ്ഞിട്ടില്ല, വേവലാദ്യം പറഞ്ഞിട്ടില്ല.
അന്ന സബബിനൽ മാഅ സബ്ബ സുമ്മ ശഖഖ്നൽ അർള ശഖ. ഭൂമിയെ അവൻ ഇങ്ങനെ കീറിക്കൊടുക്കുന്നു. അള്ള പറയാൻ തിന്നുന്ന കാര്യം എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞുതരാണ്. ഇതൊക്കെ പറഞ്ഞിട്ടും അള്ളാനെ മനസ്സിലാക്കിയില്ലെങ്കിൽ അള്ളാഹു ആഖിറത്തിലിട്ട് തന്നാൽ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇത്ര പറഞ്ഞുതരാൻ. വെള്ളം ഞാൻ ഇങ്ങനെ ചൊരിഞ്ഞു തരാണ്. നാളെ ഇങ്ങനെ ചൊരിനേനാണ് പറയാ സബ് എന്ന് പറയാ, ഒഴിക്കുക. സബ്ബു അലൈഹിൽ മാ, വെള്ളം അതിന്റെ മേലെ ഇങ്ങനെ ഒഴിക്കുന്നു. ഇതേമാതിരി വെള്ളം ഇങ്ങനെ ഒഴിക്കാൻ. ഇത്ര വെള്ളം ഒരു മഴ പെയ്തു പോകുമ്പോ എത്ര വെള്ളം വരുന്നുണ്ട്. ചെറിയ തുള്ളികൾ ആയിട്ടാണ് വരുന്നതെങ്കിലും വെള്ളം കുറെ ഉണ്ടാവുന്നുണ്ട്. സുമ്മ ശഖഖ്നൽ അർള ശഖ, ഭൂമി എങ്ങനെ കീറിത്തരാൻ. ഭൂമിയെ കീറി പറഞ്ഞാൽ പയറ് കുഴിച്ചിരുന്ന കണ്ടിട്ട് ഞങ്ങള് ഇതിലേറെ കർഷകരുള്ള പയറ് കുഴിച്ചിട്ട് പറഞ്ഞാല് ആദ്യ ഒരാൾ ഇങ്ങനെ ചെറിയ ഇങ്ങനെ കുഴിത്തിങ്ങനെ പോവും. അടുത്ത ആള് ഓരോ ഇതിൽ 2 മണിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകും. ചിലപ്പോൾ ബാക്കിൽ ഒരാളെ മൂടാൻ ഇങ്ങനെ വരുന്നുണ്ടാവും. എന്നിട്ട് വെള്ളം ഇങ്ങനെ പറന്നു പോകുന്നുണ്ടാവും. ഒരു ദിവസം കഴിയുമ്പത്തിനും 2 ദിവസം കഴിയുമ്പത്തിനും എന്താവും പയറിന്റെ ആ കവറ് പൊട്ടിക്കണ്ട്. അതാ നേരത്തെ പറഞ്ഞത് ഫാലിഖുൽ ഹബ്ബി വന്നവാറിനെ. അതിന്റെ കവറ് പൊട്ടിച്ചാ പോരാ, പിന്നെ എന്തുകൂടി പൊട്ടിക്കണം? ഭൂമിനെ പൊട്ടിക്കണം. ആ ചെറിയ പയറിന്റെ തൊട്ടാ പൊട്ടണ നാമ്പാണ് എന്തിനെ പൊട്ടിക്കണത്? ഭൂമിനെ പൊട്ടിക്കണ്ട്. അതല്ല പൊട്ടിക്കണത്. സുമ്മ ശഖഖ്നൽ അർള ശഖ, നാം ഭൂമിയെ കീറി കൊടുക്കാണ്. ഓരോ പയറിന്റെ നാമ്പും വരാൻ അല്ലാഹ് കർഷകൻ മണ്ണിട്ട് വെള്ളം പറന്ന് പോയി ഉറങ്ങിയില്ലേ? രാവിലെ വന്ന് നോക്കുമ്പം സാധനം പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. കർഷകൻ എന്ത് ബന്ധം അതിലുള്ളത്? കർഷകനോട് പറയാണ് പയറിട്ടെടുത്ത് മൂടി പോയാ പോരെ, നാളെ അതിന് രാവിലെ ഓരോ ബ്ലേഡ് കൊണ്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കീറി കൊടുക്കണം, അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ നടക്കൂലട്ടോ പറയും. അള്ള പറയാൻ സുമ്മ ശഖഖ്നൽ അർള ശഖ, നാം അതിനെങ്ങനെ കീറിക്കൊടുക്കാണ്. فأنبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. നിങ്ങൾ തഫ്സീർ എടുത്ത് നോക്കിയാൽ മതി. ബാക്കിയൊക്കെ ഫുള്ള് പറയണം അല്ലാഹ് എന്തൊക്കെയാണ് തന്നത് എന്ന്. നിങ്ങൾക്ക് നാം പിന്നെ സൈത്തൂൻ തന്നു, നഖൽ തന്നു, പിന്നെന്തന്നു ഖളുബ് പച്ചക്കറികൾ തന്നു, പിന്നെ സൈത്തൂനം വനഖ്ല ഫാകിഹതം വഅബ്ബ മതാഅൻ ലക്കും വലിഅൻആമിക്കും. ഇതൊക്കെ തന്നത് നിങ്ങൾക്കും നിങ്ങളെ നാൽക്കാലികൾക്കും കൂടി തന്നതാണ്. അല്ലാഹ് പറയാൻ സൈത്തൂൻ തന്നു, فأنبتنا فيها حبا وعنبا മുന്തിരി തന്നു, وعنبا وقلبا وزيتونا ونخلا وحدائق غلبا ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങൾ തന്നു. متاعا لكم ولأنعامكم, നിങ്ങൾക്കും നിങ്ങളെ നാൽക്കാലികൾക്കും. ഒരേ സാധനം നെല്ലുണ്ടാക്കിയാൽ മതി, ആർക്കൂടിയായി നിങ്ങൾക്കും തിന്നാ, പിന്നെ നിങ്ങളെ നാൽക്കാലികൾക്കും തിന്നാ. അതിന്റെ പുല്ല് എല്ലാ കൃഷിന്റെയും അതിന്റെ കൂട്ടത്തിൽ നിങ്ങളെ നാൽക്കാലികളെയും കൂടി പരിഗണിക്കുന്നുണ്ട്. ഉണ്ടോല്ലേ? പഴം ഉണ്ടായാല് ഉള്ളുള്ള കാമ്പ് മനുഷ്യൻ തിന്നും, തോലാര് നാൽക്കാലിക്ക്, ചക്ക ഉള്ളുള്ള സാധനം മനുഷ്യൻ തിന്നും, പുറത്തുള്ളത് നാൽക്കാലിക്ക്. എന്ത് സാധനം ഇല്ലാത്ത അള്ളാഹ് ഉണ്ടാക്കൊക്കെ ഏതെങ്കിലുമൊക്കെ ജീവികൾ തിന്നോണ്ടിരിക്കാണ്. ഒക്കെ അതുകൊണ്ടൊക്കെ ഉപകാരങ്ങൾക്ക് തന്നെ. ഇപ്പൊ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പെട്രോൾ അതിനെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ പറഞ്ഞാൽ മനസ്സിലായനെ. കാറിന് വൈക്കോൽ എടുത്താൽ ഓടെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവുകയും. പക്ഷെ അറബികൾക്ക് പറഞ്ഞാൽ വേഗം മനസ്സിലാവും. കാരണം പോലെ ദൂര ദിക്കുകളിലേക്ക് കൊണ്ടുപോയ സാധനം എന്തായിരുന്നു? അവരുടെ വാഹനം മൃഗങ്ങളായിരുന്നു. അപ്പം ഓരോ തിന്നലും നടക്കും, ഓരോ മൃഗങ്ങൾക്കുള്ള എണ്ണയും കിട്ടും. മതാഅൻ ലക്കും വലിഅൻആമിക്കും,
അല്ലാഹു അക്ബർ. അല്ലാഹ് പറയാ ഇതൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചൂടെ? ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്, ഇത് സ്വന്തമായിട്ട് ഉണ്ടാകുന്നാണോ? ഇതിനെ ഉണ്ടാക്കുന്ന ആൾക്കാർ നിങ്ങളാണോ? അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു സ്സാരിഊൻ. ഈ കൃഷി ചെയ്യുന്നത് നിങ്ങളാണോ അതോ നാമാണോ? അഅൻതും തസ്റഊനഹു അം നഹ്നു സ്സാരിഊൻ ലൗ നശാഉ ലജഅൽനാഹു ഹുതാമാ ഫളൽതും തഫക്കഹൂൻ ഇന്നാ ലമുഗ്റമൂൻ ബൽ നഹ്നു മഹ്റൂമൂൻ. ഖുർആൻ. അല്ലാഹ് പറയാൻ നിങ്ങളാണോ ഇത് ഉണ്ടാക്കുന്നത് ഞാമാണോ? പയറുണ്ടാക്കണ നമ്മളാണോ? കർഷകനാണോ? അല്ലാണോ? അല്ലാഹ് ചോദിക്കാൻ ആരാ? ഇത്ര പണിയൊക്കെ പറഞ്ഞാല് കർഷകൻ എടുക്കോ? നെല്ല് ഉഴുതിട്ട സ്ഥലത്ത് കൊണ്ട് ഈ വാരി ഇങ്ങനെ ഓരോ നെല്ല് ഇങ്ങനെ കുഴിച്ചിടലല്ലേ ആണോ? പിന്നെന്താ ചെയ്യല്? ഒരു കയ്യിൽ കൊട്ടങ്ങനെ പിടിച്ചിട്ടുണ്ടാവും, ഇന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒരു ഐറ്റം സേറുണ്ട്, ഇങ്ങനെ എറിയലാണ്, ഇങ്ങനെ വീശി എറിയലാണ്. അത് എങ്ങനെ വീണതൊന്നും കൂടി ആരും നോക്കൂല. എറിയുന്ന ആൾ നോക്കൂല. അയാളിങ്ങനെ വാരും, അയാളിങ്ങനെ എറിയുണ്ടാവും, ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കാൻ. അതിനെ ഫുള്ള് വളർത്തി, അതിനെ കൃത്യമായ നിലയിൽ വളർത്തി ഉണ്ടാക്കുന്നത് കർഷകനാണോ അതോ നാമാണോ? ലൗ നശാഉ ലജഅൽനാഹു ഹുതാമാ. നാം എങ്ങാനും വിചാരിച്ചിരുന്നെങ്കിൽ അതിനെ ഫുള്ള് പതിരാക്കി കളഞ്ഞേനെ, ഛായിയാക്കി കളഞ്ഞേനെ, പേടാക്കി കളഞ്ഞേനെ. ഫളൽതും തഫക്കഹൂൻ. അപ്പൊ നിങ്ങൾ പറയാൻ തുടങ്ങും ഇന്നാ ലമുഗ്റമൂൻ, നമ്മൾ കടക്കാരായിരിക്കുകയാണ്. ബൽ നഹ്നു മഹ്റൂമൂൻ, മാത്രമല്ല നമ്മൾ മഹ്റൂമിങ്ങളായിരിക്കുകയാണ്, നമ്മളാകെ തടയപ്പെട്ടവരായിരിക്കുകയാണ്. സംഗതി ആരാ? അല്ലാഹ് പറയാണ് മദീൻ. ദൂറാക്ക് ഇങ്ങനെ കൊടുക്കുമ്പോഴും വായക്ക് സൈഡ് എടുക്കുക, വളക്കച്ച് തോലക്കച്ച് സൈഡ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. അസ്റാൻ കൊടുക്കാണ്, അപ്പോഴും വായകള്ളിയിലുള്ളത്. ഓന്റെ വിചാരം എന്താ പറഞ്ഞാൽ ഞാൻ കേറിപ്പോയ ബാക്കിയുള്ള പണിക്കാര് പറയും ഓരും പണിയെടുക്കൂല, അതുകൊണ്ട് ഞാൻ ഓലെ കൂട്ടത്തിൽ നിന്ന് പണിയെടുത്താലേ മറ്റുള്ളൂ. മൊലാളിയും തൊഴിലാളികളൊക്കെ പാടെ കൂടിയിട്ട് വായ ഉസാറാക്കാണ്. ചെറിയൊരു കാറ്റിരുമ്പോ കാണാ അൻക്ക് റുക്കൂവിന് നേരല്ലെങ്കിൽ വാഴകൾ ഫുള്ള് റുക്കൂ ചെയ്യട്ടെ. കണ്ടില്ല നിങ്ങള്? കൊറേ അളവിൽ റുക്കൂവിൽ ഇങ്ങനെ നിൽക്കണാണ്, ഏതോ തറാവീസ്കാരൻ നടക്കണായിട്ടുണ്ടാവും. ലൗ നശാഉ ലജഅൽനാഹു ഹുതാമാ ഫളൽതും തഫക്കഹൂൻ ഇന്നാ ലമുഗ്റമൂൻ ബൽ നഹ്നു മഹ്റൂമൂൻ. ഖുർആൻ. അല്ലാഹ് പറയാണ് പിന്നെ ജി പറയും ഞാൻ കടക്കാരനായി എന്ന് പറയും. അതിലെന്ത് കാര്യമുള്ളത്? ഇത് ഞാനാണ് ഉണ്ടാക്കുന്നത്. വായ വെക്കൽ മാത്രം എന്റെ പണി, അതിനെ വളർത്തലും അതിനെ കൊണ്ടടക്കലും കാറ്റിന്ന് സംരക്ഷിക്കലും ഒക്കെ ആര്? അല്ലാഹ്. അതിന് കൊല പുറത്തേക്ക് കൊണ്ടുവരുന്നവനും ആര്? അല്ലാഹ്. ഈ അള്ളാനെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. എല്ലാ സംഭവമായിട്ട് അള്ളാഹ് ഇങ്ങനെ ബന്ധപ്പെടുന്നുണ്ട്. ഒന്നിനെ പറ്റിയും അള്ളാഹു അശ്രദ്ധനല്ല. എല്ലാത്തിലും അള്ളാന്റെ നോട്ടവും ഇടപെടലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നടന്നില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവൂല. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ജാജാ ഫലൗലാ തഷ്കുറൂൻ. അടുത്ത ആയത്തിൽ അല്ലാഹ് ചോദിക്കാൻ അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കണ വെള്ളം നിങ്ങൾ കണ്ടിട്ടില്ലേ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, കാർമേഘങ്ങളിൽ നിന്ന് അവകളെ ഇറക്കുന്നത് നിങ്ങളാണോ അതോ നാമാണോ? കുറച്ച് മാസങ്ങൾ മുമ്പ്, കുറച്ചു ദിവസം മുമ്പ് വെള്ളത്തിന് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നു, ഇവിടെ കോർപ്പറേഷൻ ഉണ്ടായിരുന്നു, ഇവിടെ എല്ലാരും ഉണ്ടായിരുന്നു, ജലസേചന മന്ത്രി ഉണ്ടായിരുന്നു, എല്ലാരും ഉണ്ടായിരുന്നു. പക്ഷെ വെള്ളമില്ല പറഞ്ഞാ പിന്നെ വെള്ളമില്ല, ഒരു രക്ഷയില്ല. സാറുമാരെ മനുഷ്യൻ വിചാരിക്കുകയാണ് മാറ്റം ബോംബ്, മറ്റേ ബോംബ്, അങ്ങനത്തെ ബോംബ്, ഇങ്ങനത്തെ ബോംബ്, പിന്നെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പല ആധുനിക ടെക്നോളജി ഒക്കെ കണ്ടുപിടിച്ച് അതിന്റെ ഊങ്കിലുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇതൊന്നും ഒരു ബേജാറും ഇല്ലാതെ നിൽക്കണത് എന്തുകൊണ്ടാ പറഞ്ഞാല് അള്ളാഹ്ക്ക് ഇതൊക്കെ പിടിക്കാൻ വലിയ ഭയങ്കര ആധുനിക ടെക്നോളജി ഒന്നും വേണ്ട. ആ വെള്ളം قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين. സൂറത്ത്
ഏതാ? നിങ്ങൾ കേട്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? സജദായിരിക്കും. കഫോ ഏതാ? പറയ്. സൂറത്തുൽ മുൽക്ക്. ഉറപ്പാ? ഉറപ്പാ? എത്രാമത്തെ ആയത്താ? അവസാനത്തെ ആയത്ത്. അതിനൊന്നുമില്ല. എത്രാമത്തെ ആയത്താ പോയി? അവസാനത്തെ ആയത്ത്. അതിനൊരു എണ്ണം ഉണ്ടാവൂലേ ബൈ? സൂറത്തുൽ മുൽക്കിലാകെ എത്ര ആയത്തേ ഉള്ളൂ? 30 ആയത്തേ ഉള്ളൂ. എത്ര ആയത്ത്? 30 ആയത്ത്. 30 ആയത്ത് കാണാൻ പഠിക്കാൻ അതിനത്ര വലിയ പണിയുണ്ടാവും. നമ്മളൊക്കെ എത്ര പേര് പാട്ട് പഠിച്ചിട്ടുണ്ടാവും? 30 ആയത്ത്. 30 ആയത്ത് പഠിച്ചാൽ എന്താ കിട്ടുക? ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അല്ലെങ്കിൽ രാത്രിയിൽ അതിന് ഓതുകയാണെങ്കിൽ ഖബറിന്റെ ശിക്ഷ ഉണ്ടാവില്ല. ഖബറിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അതിക്ക് ആലോചിച്ചാല് 300 ആയത്തുണ്ടെങ്കിലും ഓതും. കാരണം ഒറ്റക്ക് എല്ലാവരും പാടെ ഒരു സ്ഥലത്താക്കിയിട്ട് പള്ളിപ്പറമ്പ് രാത്രി പോയി നോക്കിയാൽ മതി, വെളിച്ചൊന്നും ഇല്ലാതെ. ചിലപ്പോ കവറടപ്പം തന്നെ കുത്തേണ്ടി വരും. 30 നിങ്ങൾ ഒറ്റക്ക് ആലോചിച്ച് നോക്കേണ്ടി. ഒരാളെ ഇവിടെ ഭൂമി നടന്ന നമ്മളൊക്കെ അത് നമുക്ക് ദീർഘായുസ്സ ആഫിയത്തും തരട്ടെ. നാളെ ഒരാൾ ഇന്ന് രാത്രി കടന്നു മരിച്ചുപോയി, നാളെ വൈകുന്നേരം ആകുമ്പത്തിനും അയാളെയും കൊണ്ടിട്ട് ഏടാക്കാണ്, മണ്ണിന്റെ വീട്ടിലാക്കുക. ഒരു കുയ്യൊക്കെ കുത്തി അതിൽ കല്ലൊക്കെ വെച്ച് ഒരു നിലക്കും ഇങ്ങോട്ട് പോരാത്ത കോലത്തിൽ മണ്ണൊക്കെ വാരിട്ട് വെള്ളമൊഴിച്ച് കല്ലൊക്കെ വെച്ച് ചെടിയൊക്കെ കുത്തി ഇങ്ങോട്ട് പോരും എല്ലാരും. അയാൾ ഒറ്റക്ക് അതിന്റെ ഉള്ളില്. പകല് നല്ല നട്ടൊച്ചക്ക് തന്നെ കബറടിക്കാൽ തന്നെ ഇരുട്ടേക്കും. ഖബറിന്റെ ബാക്കി അവസ്ഥകൾ എന്തേക്കും? അതുകൊണ്ടല്ലോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞത്. അവർ 30 ആയത്ത് ഓതിയ ഖബറിൽ ഭയങ്കര സന്തോഷിക്കും. 30 ആയത്ത് ഓതാന് 30 ആയത്ത് കാണാൻ പഠിച്ചാൽ ഇവിടുന്ന് ഒന്ന് ഓടക്കെത്തുമ്പത്തിനും ഇവിടെ ഈ ചങ്കോട്ടി ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് എത്തുമ്പോൾ 30 ആയത്ത് തീരുപ്പെടുന്ന നിസ്കാരം മാതിരി നിസ്കാരം കഴിഞ്ഞാൽ ഓതൽ തുടങ്ങിയ അവിടെ എത്തുമ്പോൾ തീരെ. അത്രയുള്ളേ, വളരെ ചെറിയ ആയത്തുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? നിങ്ങളെന്തോന്നും പറയാത്ത? ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇടങ്ങാറാവോ? അതും പറയില്ലല്ലോ നിങ്ങള്. ഇടങ്ങാറാവോ? നിങ്ങളെ എവിടുക്കായി ഇടങ്ങേറ് നോക്കിക്കൊണ്ടിരിക്കണ്? ഫുള്ള് ബോളുമായിട്ട് നടക്കാന്നല്ലാണ്ട് വേറെത്താ? പൈസ എങ്ങനെ ഉണ്ടാക്കുക? ഡോളറിന് ഇപ്പൊ എത്ര ഇട്ട് വെച്ചപ്പ പറയും. റിയാലിന് ഇപ്പൊ എത്ര എന്നത്ര റേറ്റ് അപ്പൊ പറയും. ഏയിലെ എവിടെ പൈസ പോണേ, എങ്ങനെ വരുന്നത്, എങ്ങനെ കിട്ടുക, എങ്ങനെ ഉണ്ടാക്കുക, ഫുള്ള് നമുക്കറിയാം. ആകെ 30 ആയത്ത് മാത്രം അറിയില്ല നമുക്ക്. അല്ലാഹ്. അതുകൊണ്ട് പഠിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ചിലപ്പോ ഒരു സമാധാനം ഉണ്ടാവും, നമ്മൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം പിന്നെ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ ലാമിനേറ്റ് ചെയ്ത ഒരു ഇതിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആൾക്കാർ മുൽക്ക് ഓതലുണ്ട്. എല്ലാരും പാടെ കൂടി ഓതി ഇബനങ്ങാനഞ്ഞ് ശിക്ഷിച്ചിനെങ്കിൽ എനിക്ക് നമ്മൾ കാണിച്ചു തരാന്നുള്ള അർത്ഥത്തിലാ ഓതല്. ആ സമാധാനത്തിൽ ഞങ്ങളുള്ളത്, ആ സമാധാനത്തിലുള്ളത്. നാട്ടുകാരൊക്കെ പാടെ കൂടി മുൽക്കോതിട്ട് നമ്മളെ രക്ഷപ്പെടുത്തും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓദ്യോനെന്തോ കിട്ടോ കിട്ടൂല വേറെ കാര്യം. ഓലോട് ഓതാനല്ല പറഞ്ഞത്. ആരോട് ഓതാനാ പറഞ്ഞത്? നമ്മളോട് ഓതാനാ പറഞ്ഞത്. ഇന്നിപ്പോ ഒരു പുതിയ ട്രിക്കായി മാറിയിരിക്കാണ്. എയിലും കാരാക്കൂസായി നടക്കാം. കാരണം മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പാടെ കൂടി മാലിൽ ഒന്നായിട്ട് കൂടി ഓനെ ദിക്റിലിട്ടും വാക്കി ഓതിട്ടും മുൽക്ക് ഓതിട്ടും ഒക്കെ പാടെ കഴിച്ചിലാക്കി ഓനെ പറപ്പിച്ചു വിടും. പൊട്ടയട്ടെന്ന് പറയും. ഇവനെ അങ്ങനെ വിടാന്ന് വരില്ല, നമ്മളെ മാലിലുള്ള ആളാ അവനെന്ന് പറഞ്ഞിട്ട്. ആ തെറ്റായ ധാരണയല്ല ഈ സമുദായം നടക്കണേ. നടക്കൂലട്ടോ. സ്വന്തത്തിന് വേണമെങ്കിൽ ചെയ്തോളി. അതുകൊണ്ട് 30 ആയത്ത് പഠിക്കണം, മുൽക്ക് പഠിക്കണം. പഠിക്കോ നിങ്ങള്? ആരൊക്കെ പഠിക്കുമെന്ന് കൈയൊന്നിച്ചാണി അവർ പൊതിച്ചോളി. മാഷാ അല്ലാഹ്, അല്ലാഹ് ഖബൂലാക്കട്ടെ. പഠിക്കാനുള്ള എളുപ്പമായ മാർഗം പറഞ്ഞിട്ടേ പറഞ്ഞിട്ടേ എളുപ്പമായ മാർഗം പറയട്ടെ. നിങ്ങൾ വിചാരിച്ചു എന്നോട് എന്തായാലും കഴിയൂല നിങ്ങൾ വിചാരിക്കണ്ടാവും. ഇല്ല, ഉറപ്പായിട്ട് നിങ്ങൾക്കും കഴിയും. ജനഗണമന പഠിച്ചില്ല നിങ്ങള്? പഠിച്ചിനോ? അറിയില്ല ഭായി. ജനഗണമംഗള അറിയില്ലേ? അറിയോന്നെങ്കിൽ അറിയറില്ലെങ്കിൽ ഇല്ല അറിയില്ലേ? അതിന്റെ ഇടങ്ങേറൊന്നില്ലേ ഇനി ഈ മുൽക്കടിച്ചാന്? അതും നാവൊക്കെ ഉൾക്ക് തൈലട്ട് ഒയ്യണം മര്യാദക്ക് ചെല്ലണമെങ്കിൽ. അത് പഠിച്ചാൽ നമുക്ക് ഇത് പഠിച്ചാൽ പാടില്ല. ആ എന്തുകൊണ്ട് പഠിച്ചു പറഞ്ഞാ ഒരു 5-8-10 കൊല്ലം എന്നും വൈകുന്നേരം എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ കേക്കാണ്. അങ്ങനെ കേട്ട് അവസാനം എന്താണ്
ഇതിലിപ്പോ അധ്യാപകന്മാരുണ്ടാവും, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതിലുണ്ട്. നിങ്ങളോട് ജനഗണം തെറ്റില്ലാതെ മലയാളത്തിൽ എഴുതാൻ പറഞ്ഞ മിക്ക ആളും എഴുതൂല. എന്തുകൊണ്ട് പറഞ്ഞാ എഴുതി പഠിച്ചല്ല. ഇതേമാതിരി നിങ്ങൾ എന്ത് ചെയ്ത് പറഞ്ഞാൽ ഡെയിലി മസിൽ പിടിച്ചിട്ട് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ആകെ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് മതി. എന്തിന്? ഈ 30 ആയത്തോന്ന് ഇരുത്തി അവിടെ ഇരുത്തി ഓതുക. ഒരു മാസം ഓതിയാല് നിങ്ങൾക്ക് എന്താവും? ഒരു അത്യാവശ്യം കാണാതെ പഠിക്കും. 2 മാസം ആകുമ്പോഴത്തേന് ഏകദേശമാവും. ഞാൻ ഇപ്പൊ നിങ്ങളോട് ഓതിയപ്പോ ഏതായത്താന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഉടനെ ഓടും ഇതേതാണ്, ഇത് മുൽക്കാണെന്ന്. എന്തുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ അത്ര ഈ സാധനം ഇങ്ങനെ ഓതി ആവും. അതുകൊണ്ട് 2-3 മാസം അടുപ്പിച്ച് ഓതിയ ഈ പ്രശ്നം എന്തായി? ഓതുങ്ങൾ ഇൻഷാ അല്ലാഹ് ഒറ്റ ദിവസം വിടരുത്. എന്നാ പിന്നെ സ്ഥിരമായിട്ട് ഓതാ. നാളെ ആഖിറത്തിലെത്തിയിട്ട് ഖബറിലെത്തിയിട്ട് അള്ളഹാനോടായെങ്കിലും പറയാം, സംഗതി കാര്യമായിട്ടൊന്നും എന്റെ ഇല്ലെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, സൂറത്ത് മുൽക്ക് ഓതിയ ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ലെന്ന്. അത് ഞാൻ ഓതലുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓതാതെ ഉറങ്ങാറില്ലായിരുന്നു. ഏത്? സൂറത്തുൽ മുൽക്ക് ഓതാതെ, സൂറത്ത് വാഖിഅ ഓതാതെ, സൂറത്ത് സജദ ഓതാതെ ഉറങ്ങാറില്ലായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കാണാതെ അറിയാത്തണ്ട. ഇല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കരിച്ച് പോകുമ്പോ ആ മുൽക്ക് ഓതുക, ഇശാക്ക് ഇങ്ങോട്ട് വരുമ്പോ വാഖിഅ ഓതിയാല് സംഗതി തീരും. പിന്നെ നാട്ടു പോകുമ്പോ സജദ ഓതിയാല് എന്തായി? അത് തീർന്നു. കേസ് ചെറിയ കേസേ ഉള്ളൂ. അതുകൊണ്ട് ഓതും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ തീരുമാനിച്ചില്ലേ? വെറുതെ ഇൻഷാ അല്ലാഹ് എറിയാം. കുറെ ഇൻഷാ അല്ലാഹ് എറിഞ്ഞു. ഈ പള്ളി കണ്ടമാൻ ഇൻഷാ അല്ലാഹ് കേട്ട പള്ളിയാ. അങ്ങോട്ട് എറിയ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമ്മളെ പാട്ടിന് പോവുകയും ചെയ്യാം. അതുകൊണ്ടാണ് നമുക്ക് ഒരു ഇഞ്ച് മാറ്റമില്ലാത്ത പറഞ്ഞ ഇൻഷാ അല്ലാഹ്ക്ക് നല്ല ഉത്തരവാദിത്ത ബോധത്തോടുകൂടി എന്താ ഈ അങ്ങനെ ഇതിലെ കാരാക്കൂസായിട്ട് നടക്കണ്, അന്നെ ഞാൻ വിടൂലെന്നറിയാം. ആരോട്? അപ്പുറത്തെ അയൽവാസിനോടല്ല, നമ്മളോട്. ഞമ്മക്കിതൊന്നും ഒരു ബോധമില്ലല്ലോ. ഈ അള്ളാഹിനെ പറ്റിയോ ആഖിറത്തിനെ പറ്റിയോ ഒരു ചിന്തയില്ല. നമ്മളിങ്ങനെ നടക്കണം. നമ്മൾ പലപ്പോഴും ആഖിറൊക്കെ പറയലുണ്ട്, പറഞ്ഞു കേട്ടുന്ന ആൾക്കാർ കരയലുണ്ടാവും. പക്ഷെ അപ്പോഴും നമ്മള് ഒരു ഇഞ്ച് അനക്കല്ലാതെ നിൽക്കുക. ഇതുകൊണ്ടാണത്. അള്ളാഹിനെ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവിനെ ഒരാളെ ലോക്കാക്കാൻ വിചാരിച്ച ഒരു പണിയില്ല. ഭൂമിക്ക് വെള്ളത്തിനടുത്ത് താഴ്ത്തിക്കളഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവരാൻ, നീരുറവ കൊണ്ടുവരാനുള്ളത്? ആരും കൊണ്ടുവരാണ്ടാവോ? ഫുള്ള് പണിയെടുത്തിട്ടും എല്ലാവരുടെ പ്ലാനും പദ്ധതി ഒക്കെ പാത്തിലാവും. ആവൂലേ? വെള്ളം ഇല്ലാതായി നോക്കണ്ടേ? വിവരം അറിയില്ലേ? പള്ള ചോദിക്കാണ്, ഈ വെള്ളം കാർമേഘങ്ങൾ നിറക്കണ നിങ്ങളാണോ അതോ നമ്മളാ? നമ്മളിപ്പം തന്നെ പറയാൻ തുടങ്ങിയ ചീഞ്ഞ മയ എന്നൊക്കെ തുടങ്ങിയില്ലേ? 2 ആഴ്ച മുമ്പ് വരെ പറയില്ലേ ഒരു മയ ഇട്ടിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ നമ്മള് അടുപ്പിച്ച് 4 മയത് നമ്മൾ കൊടയും കൂടി എടുത്തില്ലെങ്കിൽ ഇല്ലേ? വൈക്കുമ്മലൊക്കെയാണ് പറയുക ഒരു ചീഞ്ഞ മയ. എന്നാൽ പെയ്യാണോ ഒന്നായിട്ട്? അത് പിന്നെ വാപ്പന്റെ അല്ലത് പെയ്യാണോട് പെയ്യട്ടെ. ഇതെന്താ ഒരു ചീച്ചിലെന്നൊക്കെ. അള്ളാ ചോദിക്കാണ്, അഫറഅയ്തും മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. കാർമേഘങ്ങളിൽ നിന്ന് ഇതിനെ വെള്ളമായി ഇറക്കുന്നത് നിങ്ങളാണോ അതോ നാമാണോ? ലൗ നശാഉ ജഅൽനാഹു ഉജാജാ. നാം എങ്ങാനും വിചാരിച്ചിരുന്നെങ്കിൽ ഇതിനെ കട്ടിയുള്ള നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഉപ്പ് രസമുള്ളതൊക്കെ ആക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. നിങ്ങൾ ആലോചിക്കാൻ, ഫുള്ള് ഉപ്പ് വെള്ളാണെങ്കിൽ എന്താ കാട്ടുക? ഒന്നും കാട്ടാൻ കഴിയില്ല, കുടുങ്ങും. ഞാൻ ഈ രാജസ്ഥാനിൽ മുമ്പ് ഒരിക്കൽ ജമാഅത്തിൽ പോയിരുന്നു. ഒരു നാട് ഫുള്ള് ഒരു സൈസ് ഉപ്പ് കണ്ണിലായാലും ഏരിയ. അവിടുത്തെ പൈപ്പിലും ഈ ഹാൻഡ് പൈപ്പൊക്കെ ഉണ്ട്. അതിനാ ഉദു എടുക്കണേ പള്ളിയിൽ. പക്ഷെ കണ്ണ് എരിഞ്ഞിട്ട് നിൽക്കൂല. വായ വെള്ളം കൊപ്പിളിച്ച കയ്പ് മാറില്ല. എന്നിട്ട് വായ വെള്ളം കൊപ്പിളിക്കൂല്ല. കണ്ണൊക്കെ പൂട്ടിട്ട് എങ്ങനെങ്കിലുമൊക്കെ മുഖം കഴുകി ഒപ്പിക്കലാണ്. ഒരു നല്ല ശുദ്ധവെള്ളം കിട്ടണമെങ്കിൽ 5 കിലോമീറ്റർ 6 കിലോമീറ്റർ പോകണം. എന്നിട്ട് അവിടുന്ന് കുടത്തിൽ സ്ത്രീകളും മറ്റുള്ളവരൊക്കെ ഏറ്റി കൊണ്ടുവന്നിട്ട് തരും. അപ്പൊ അതിന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുക്കുമ്പോൾ നമ്മളെ കൈ വറക്കും. ഹരിയാന രാജസ്ഥാന്റെ ഓരോ ബോർഡർ ഭാഗങ്ങളിൽ. ലൗ നശാഉ ജഅൽനാഹു ഉജാജാ.
ഫലൗലാ തശ്കുറൂൻ. അല്ലാഹ് ആവശ്യപ്പെടുന്ന എന്താ അറിയോ? ഇതൊക്കെ ചെയ്യുന്ന ഞാനാണ്, നിങ്ങൾക്ക് ആകെ ഒരു പണി എടുക്കേണ്ടിയുള്ളൂ. എന്ത്? ഫലൗലാ തശ്കുറൂൻ, നിങ്ങൾക്ക് നന്ദി കാണിച്ചൂടേ. നന്ദി കാണിക്കാരന വെറും അൽഹംദുലില്ലാഹ് എല്ലാവരും മാത്രല്ല കേട്ടോ, അള്ളാനെ അനുസരിക്കാന്നുള്ളതാണ്. ഇതൊക്കെ തന്ന അള്ളാനെ അനുസരിക്കുക, അവനെ മനസ്സിലാക്ക. ഇതേ സൂറത്താ വാഖിയ. എന്ത് സൂറത്താണ്? വാഖിയ. ഏതാണ്? വാഖിയല്ല, എന്താണ്? വാഖിയ. ഇദാ വഖഅത്തിൽ വാഖിയ, ഇദാ വഖഅത്തിൽ. വാഖിയല്ല, ഇദാ വഖഅത്തിൽ വാഖിയ. വാഖിയ സൂറത്താണ്. വാഖിയ സൂറത്ത് എവിടെയുള്ളത്? അർ-റഹ്മാൻ കഴിഞ്ഞാല് ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാനില്ലേ, അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന സൂറത്തുൽ വാഖിയാണ്. വാഖിയ ഓതിയാൽ എന്താ കിട്ടുക? എന്താണ്? അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബിൻ മസ്ഊദിനെ അറിയില്ല നിങ്ങൾക്ക്? അറിയോ ഭായി? നിങ്ങൾ എന്താ ആൾക്കാരെ പഠിച്ച? നിങ്ങൾക്ക് ആരെങ്കിലും ഇല്ലെങ്കിൽ ഇല്ല അറിയില്ല. അറിയും? ആരോ അറിയുന്ന പറഞ്ഞല്ലോ. ഞമ്മക്ക് ആഫ്രിക്കന്റെ കളിക്കാരനെ നാവ് ഉൾക്കി തൈലമായിട്ടേ ആ പേര് പറയാൻ പറ്റുള്ളൂ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉയ്യേണ്ടി വരും. ആയിട്ട പേരുകളൊക്കെയാണ് പറയാ. ഭായ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് പ്രഗത്ഭനായ സഹാബിയാണ്, വളരെ പ്രധാനപ്പെട്ട സഹാബിയാണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. സഹാബാക്കളെ കൂട്ടത്തിൽ വലിയ അറിവുള്ള ആളായിരുന്നു. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയായി. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ആ രോഗം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിലുള്ളത്. ഉസ്മാൻ റളിയല്ലാഹുവിനാണ് അപ്പത്തെ ഖലീഫ. അബൂബക്കർ റളിയല്ലാഹു വഫാത്തായി, പിന്നെ ഉമർ റളിയല്ലാഹു വഫാത്തായതിനു ശേഷം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്താണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയായിട്ട് ഇങ്ങനെ കിടക്കുമ്പോ രോഗം കാണാൻ വേണ്ടി ചെന്നു. ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ചെന്നപാടെ സലാമൊക്കെ പറഞ്ഞതിനു ശേഷം എന്തൊക്കെയുണ്ട് വിശേഷം വെച്ച്. അപ്പം പറഞ്ഞു, വിശേഷപ്പം ആകെ പ്രശ്നം എനിക്ക് ദുനൂബി എന്നാണ്. ദുനൂബി എന്ന് പറഞ്ഞാൽ എന്റെ പാപങ്ങൾ. എനിക്കിപ്പം ആകെ വിഷമവും എന്റെ പ്രയാസമൊക്കെ ഉള്ളത് എന്റെ പാവങ്ങളാണ്. നമ്മൾക്കല്ലോ രോഗപ്പം എന്തൊക്കെയാ ബുദ്ധിമുട്ട് എന്തൊക്കെയാ ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോ ഇപ്പൊ ആകെ പ്രശ്നം എന്താണ്? എന്റെ പാവങ്ങളാണ്. ആരാ പറഞ്ഞു നോക്കണം നിങ്ങള്? അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ബേജാറുള്ളത് എന്റെ രോഗം എന്ന് പറഞ്ഞ ഇപ്പൊ പാപങ്ങളാണ്. നിങ്ങൾ എന്താ ഇപ്പൊ പ്രതീക്ഷിക്കണേ, എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു, അർജു റഹ്മത്ത് റബ്ബി, ഞാൻ എന്റെ റബ്ബിന്റെ റഹ്മത്താണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് വറുത്തുമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിക്കണൊക്കെ ഇവിടെ ഇപ്പൊ എന്താ ഞാൻ ചെയ്തേണ്ടതെന്നൊക്കെയാണ്. മൂപ്പര് പറയാണ് എന്ത്? അർജു റഹ്മത്ത് റബ്ബി, എനിക്ക് എന്റെ റബ്ബിന്റെ റഹ്മത്താണ് പ്രതീക്ഷ, ഞാൻ അത് പ്രതീക്ഷിച്ച് നിൽക്കാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഏതെങ്കിലും വൈദ്യനെ ഒരു ഹക്കീമിനെ ആരെങ്കിലും പറഞ്ഞേക്കട്ടെ ചോദിച്ചു. അപ്പം അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തബീബുല്ലദീ അംറളനി, എന്നെ രോഗിയാക്കിയ ആളെന്നെ എന്താണ്? തബീബാണ്, ഡോക്ടറാണ്, വൈദ്യനാണ്. എന്നുവെച്ചാൽ രോഗം മാറ്റുന്ന ഷാഫി ആരാണ്? അബ്ദുല്ലാഹിബിൻ മസ്ഊദ്. ഇതൊക്കെ അദ്ദേഹം ഇങ്ങനെ കിടന്നിട്ട് പറയാണ്, രോഗത്തിലുള്ളത് കിടക്കാൻ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖലീഫല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണ്ടേ, സഹാബാക്കളല്ലേ. അപ്പൊ പറഞ്ഞു, ഞങ്ങളെ പെൺകുട്ടികളാണ് അദ്ദേഹത്തിന്, ഓൽക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനത്തിനൊക്കെ ഒരു മാർഗമായിട്ട് ബൈത്തുൽ മാലിന് എന്തെങ്കിലും ഒരു തുക ഞാൻ കൊടുക്ക എന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൊന്ന് എഴുന്നേൽപ്പിച്ചിരുത്തിയായിരുന്നു. എന്നുവെച്ചാൽ എന്തിന്റെ പേരില്? ബൈത്തുൽ മാലിന് എന്ത് കിട്ടാണ് വൈ? മുഖ്യമന്ത്രി എന്നിട്ട് അറിയാണ്, നിങ്ങൾക്ക് നിങ്ങളെ പെൺകുട്ടിയൊക്കെ വട കൂടിയിട്ട് എല്ലാ മാസവും ഒരു 50,000 രൂപ തരാറിനാല് മരിച്ചാനാളും എന്ത് ചെയ്യും? നീച്ചിരിക്കും. ഇങ്ങനെ നീച്ചിരിക്കും. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് കൊടുക്കാൻ പറഞ്ഞ മൂപ്പർ പറഞ്ഞു, മൂപ്പരോട് ഇരിക്കാനാവില്ല, ഒന്നൊന്ന് താങ്ങി ഇരുത്തി തന്നെ. അപ്പൊ അവിടെയുള്ള ആൾക്കാരൊന്ന് താങ്ങി ഇരുത്തി കൊടുത്ത് ഒന്ന് ഉസാറായിട്ട് പറഞ്ഞു. സഹാബാക്കളാണ്, അള്ളാന്റെ റസൂലിന്റെ തർബിയത്ത് കിട്ടിയ ആൾക്കാരാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്,
ആരെങ്കിലും സൂറത്തുൽ വാഖിയ രാത്രിയിൽ ഓതുകയാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ലാന്ന്. അതുകൊണ്ട് ഞാൻ എന്റെ പെൺകുട്ടിയൊക്കെ സൂറത്ത് വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബൈത്തുൽ മാലിൽ നിന്നും നമ്മൾ സാധാരണ പറഞ്ഞ പോലെ ഞാൻ ഓളെ BDS പഠിപ്പിച്ചിന്, ഞാൻ ഓളെ MBA പഠിപ്പിച്ചിന്, ഞാൻ ഓളെ പിന്നെന്തൊക്കെ പഠിപ്പിച്ചത് BTech പഠിപ്പിച്ചിന്, പിന്നെ എന്താ BPharm, പിന്നെ വേറെ സാധനം ഉണ്ടല്ലോ മെഡിക്കൽ ഷോപ്പ് നടത്താനുള്ള കള്ളാസിന്റെ പേരെന്താ BPharm. ഞാൻ BPharm പഠിപ്പിച്ചു. ഇങ്ങോട്ട് പോയില്ലെങ്കിൽ ആ കള്ളാസ് കൊടുത്താലെങ്കിലും ഒരു 5000 റുപ്യ എന്തായാലും കിട്ടും. ഓക്ക് എന്തായാലും ജീവിക്കാനുള്ള ഞാൻ കൊടുത്തിന്. എനിക്കെന്റെ മക്കളെ കാര്യത്തിൽ ഒരു ബേജാറും ഇല്ല. നമ്മൾ പറയലാണ്, കാരണം നമ്മളതേ പഠിപ്പിച്ചുള്ളൂ. അതുകൊണ്ട് നമ്മളെ മക്കൾ ഡൽഹി പഠിപ്പിക്കാണ്, നമ്മളെ മക്കളെ ബാംഗ്ലൂർ പഠിപ്പിക്കാണ്. പെൺകുട്ടികളൊക്കെ നല്ല 20 വയസ്സ് 22 വയസ്സുള്ള നല്ല ആരോഗ്യമുള്ള പെൺകുട്ടികളൊക്കെ ബാംഗ്ലൂർ കൊണ്ടുപോയി പഠിപ്പിച്ച എന്തിന്? ഓൾ സ്വന്തമായിട്ട് നിലക്കാൻ വേണ്ടിട്ട്. എന്തായാലും പറയല്? സ്വയം പര്യാപ്തത, സ്വയം പര്യാപ്തത, ഖിവാം, നിലനിൽക്കാൻ വേണ്ടിട്ട് സ്വയം പര്യാപ്തതക്ക്. അൽഹംദുലില്ലാ നമ്മളെ നിയ്യത്ത് പോലെ തന്നെ എല്ലാരും സ്വയം പര്യാപ്തരായി. നിക്കാഹിനും കൂടി നിങ്ങളെ ആവശ്യം എന്തായി? നിക്കാഹിനും കൂടി നിങ്ങളെ ആവശ്യമില്ല, ഞാൻ സ്വയം പര്യാപ്തയായി. ഏത് പുതിയാപ്പളിനെ എടുക്കണം എന്നുള്ള കാര്യമൊക്കെ പറയും. മാഷാ അല്ലാഹ്, അല്ലാഹ് നമുക്ക് മാപ്പാക്കി തെരുമാറാട്ടെ. നമ്മളെ മക്കൾക്ക് എന്താ പഠിപ്പിച്ചു കൊടുത്തത്, എന്താ കൊടുത്തു പറഞ്ഞാൽ ഇതാണ് കൊടുക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ കുട്ടിക്ക് സൂറത്ത് വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഓൽക്ക് ഇനി ദാരിദ്ര്യം ഉണ്ടാവില്ല. എന്റെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. ബസ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കിലുള്ള ഉറച്ച വിശ്വാസം, ഞമ്മക്ക് ഒരു വിശ്വാസവും ഇല്ല. നമ്മൾ ആ നേരത്തും അന്തിക്കും കച്ചവടം ചെയ്യും. സൈഡിന്റെ അപ്പുറത്തെ സൈഡും ഒക്കെ ആയി ഒരുപാട് പണിയെടുക്കാണ്. എന്തിന്? ദാരിദ്ര്യം തീർക്കാൻ. ഇതുവരെ തീർന്നോ? തീർന്നില്ല. ഇനി തീരോ? തീരൂല്ല. എന്തുകൊണ്ടാണ്? അതിലൊന്നും ദാരിദ്ര്യം തീരാന്ന് ഒരു വാക്കൂല്ല. നമ്മൾ വെറുതെ പൈസ ഉണ്ടാക്കാന്നല്ലേ ഉള്ളൂ. പൈസ ഉണ്ടാക്കുക, വേറെ കൂടെ പോവുക. അനക്കെന്താപ്പം പണി? കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുക, എന്നിട്ടോ ഡോക്ടറെ കൊണ്ടുപോയി എടുക്കുക, അവിടെ കൊണ്ടുപോയി കൊടുക്കുക, ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക, ഒക്കെ കൊണ്ടുപോയി കൊടുത്ത് അത് കഴിഞ്ഞ് ഇനിയിപ്പോ എന്താ എന്റെ ഇനി ഉണ്ടാക്കണം. നാരായണത് ഭ്രാന്തന്റെ മൈരി എന്നല്ലാണ്ട്. പക്ഷെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങളെല്ലാരും നിങ്ങളെ കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തില്ലേ? നിങ്ങൾക്കറിയോ? കുട്ടികൾ പോട്ടെ, നിങ്ങൾക്കറിയോ സൂറത്ത് വാഖിയ സ്ഥിരമായിട്ട് ഓതൽ? നിങ്ങള് ഓതൂല? ഇൻഷാ അല്ലാഹ് ഓതോ? വെറും ഇൻഷാ അല്ലാഹ് പറയണോ? നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളി, നുബൂവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞത് തെറ്റൂല, വേറുള്ളതൊക്കെ തെറ്റാ. മോളെ BDS പഠിപ്പിച്ചു, അതിന്റെ പേരിലോട് ജീവിച്ചോളന്ന് ഒരു നിർബന്ധമില്ല. ഉണ്ടോ? നിങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾ കാണിച്ചു തരാം. നമ്മൾ സാധാരണ പറയും MBBS ഒക്കെ ആയി കിട്ടിയാൽ പിന്നെ ഒരു പ്രശ്നമല്ല, ഒരു പെണ്ണും കളാസും ഉണ്ടായാൽ മതി ജീവിക്കാൻ. പറയില്ലേ? ഒരു പെണ്ണും കളാസും ഉണ്ടായാൽ മതി ജീവിക്കാൻ. മലപ്പുറം ജില്ലയിൽ MBBS ഡോക്ടർ ഉണ്ട്. കിടന്ന കിടപ്പിൽ കിടക്കാണ്, കയ്യും അനങ്ങൂല, കാലും അനങ്ങൂല, ഒന്നും അനങ്ങൂല. വേറെ ആൾക്കാരുണ്ടാക്കി കൊടുത്ത പെരയിൽ താമസിക്കാൻ, ചാരിറ്റിക്കാരുണ്ടാക്കി കൊടുത്ത പെരയിൽ താമസിക്കാൻ, വേറെ ആൾക്കാർ കൊടുക്കണ അരിയും ഇഫ്താർ കിറ്റ് കൊണ്ട് നോമ്പും പെരുന്നാളും കഴിച്ചുകൊണ്ടിരിക്കാൻ. ആര്? അയാൾക്കൊരു കൈ അനങ്ങി കിട്ടിയാല് പണിണ്ട്, ഇടങ്ങി ഇരുത്തി കൊടുത്താൽ ഇങ്ങനെ എഴുതി വിട്ടാൽ മതിയല്ലോ. നിങ്ങൾ അള്ളാനോട് മാത്രം കളിക്കരുത്. ഈ അള്ളാനെ ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാനിത് ഒരു ഇല വീണ കണക്ക് വെക്കണ അള്ളാനോട് എങ്ങനെ കളിക്കാനാ? ചൊർക്കിന് പറഞ്ഞല്ലേ ഞാൻ നേരത്തെ അതൊന്നും. അള്ളാഹ് ഓരോ മനുഷ്യന്റെ മനസ്സിന്റെ വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. ഖുർആൻ അള്ളാഹ് പറയാൻ മനസ്സിന്റെ ഉള്ളിലുള്ള മന്ത്രങ്ങൾ ഉണ്ടല്ലോ, അത് വരെ അറിയണ്ട്. ആര്? അള്ളാഹ്. എന്താ നമ്മൾ അള്ളാഹിനെ പറ്റി വിചാരിച്ചേ? അള്ളാഹ് ഭയങ്കര കരുണുള്ളവനും ദയാലു അതിനോട് വിടുക. നമ്മളൊക്കെ മനസ്സിന്റെ ദുഷിപ്പറഞ്ഞ അവിടെ ഇരുത്തിയാൽ അവിടെ ഇരിക്കും, ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ നുബൂവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞതാണ്, വാഖിയ ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. ദാരിദ്ര്യം സൈഡ് ബിസിനസ് ഒന്നും അന്വേഷിച്ച് നടക്കണ്ട, എന്ത് ഓതിയാൽ മതി ആ നേരത്ത്.
യഖീനോട് കൂടി ഓതുക. ഈ ദുനിയാവിന്റെ ചപ്പറാച്ചി രണ്ട് ദാരിദ്ര്യം തീരാൻ വേണ്ടി ഓതന്റെ അല്ല, അത് വേറെ കാര്യം. ആഖിറത്ത് പ്രതിഫലം കിട്ടാൻ വേണ്ടി ഓതിയാൽ രണ്ടും കിട്ടും. അതുകൊണ്ട് ആഖിറത്ത് പ്രതിഫലം കിട്ടാൻ ഓതൂലേ? കഞ്ഞിമുടി മുട്ടാക്കാൻ വേണ്ടി ഓതുവോ? ഏതോ ഓതുക ഭായി, കഞ്ഞിമുടി എന്തായാലും മുട്ടൂല, നിങ്ങൾ ബേജാറാണ്ട. ആഖിറത്തിനെ ലക്ഷ്യാക്കി ഓതിക്കൊള്ളി. അതുകൊണ്ട് ഓതൂല ഇൻഷാ അല്ലാഹ്. ഇപ്പൊ എത്രണ്ണായി ഇൻഷാ അല്ലാഹ്? ഒന്ന് പറയങ്ങള്, എന്തിനൊക്കെ അതൊന്ന് പറയും. മറന്നില്ലല്ലേ? ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി എന്താ പോയോ? ഓക്കെ, ഒന്ന് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഇപ്പൊ നമുക്ക് അറിയാം, പക്ഷെ ഈ വർക്ക്ഷോപ്പിലൊക്കെ കയറ്റി അതിന്റെ തേഞ്ഞൊക്കെ മാറ്റി ഒക്കെ ഉസാറാക്കി ഇറക്കണം. പിന്നെ പിന്നെ സൂറത്തുൽ മുൽക്ക്, പിന്നെ സൂറത്തുൽ വാഖിയ ഓതോ? ഏതായാലും നിങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞല്ലേ. 5 വക്ത് നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 അല്ലെങ്കിൽ 33 ആണെങ്കിൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞ് 100 പ്രാവശ്യം ആക്കുക. ഇത് പറഞ്ഞാൽ എന്താ കിട്ടുക? അവന്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും. ഫഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിന്റെ ഞുരകൾക്ക് സമാനം പാപമുണ്ടെങ്കിലും. എന്നുവെച്ചാൽ ദ്വാരക്കും കൂടി വേണ്ട, ഇതിരുന്ന് എന്ത് ചെയ്താൽ മതി. പക്ഷെ നമ്മളാൾക്കാർ ചെല്ലൂല. ചിലൊക്കെ വീട്ടിട്ട് ഇതെടുത്ത് ഇങ്ങനെ എഴുതണാണ്. ഇതാണിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാട്സപ്പിന് പൈസ ഉണ്ടാക്കണം. അതിന്റെ ആൾക്കാരെ ഓലോട് പറയണത് വാട്സപ്പിന് 7 റുപ്യ 10 റുപ്യൊക്കെ ആക്കണം ഒരു വാട്സപ്പ് അയക്കണമെങ്കിൽ. അപ്പോഴേ എന്താ ഉള്ളൂ നമ്മൾ ഫ്രീ എന്ന് പറയുമ്പോ സന്തോഷിക്കില്ല. ആ കോൾ ടു ഈ കോൾ ടു ഫ്രീ എന്നൊക്കെ ബേജാറുള്ള സംഗതിയാണ്. അതൊന്നും ആക്കരുത്. കാരണം ആക്കിയാൽ വിളിച്ചോണ്ടിരിക്കും മനുഷ്യന്മാർ, വെറുതെ കാണേ ഉണ്ടാവില്ല. ഇത് വാട്സപ്പ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കല്ലേ. ഒരു നിസ്കാരം കഴിഞ്ഞ ഒരു കുറഞ്ഞ നേരം കൊണ്ട് തന്നെ 15 20 വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനത്തെ ചെരണ്ട എന്തൊരക്രമം. ചിലല്ല വെറുതെ അങ്ങനെ ഇരിക്കണ്. മൊയിലാര് ദ്വാ തുടങ്ങട്ടെ, ഏതായാലും പകരം അവിടെ ഇരിക്കാം. ആ ചെങ്ങായിക്കൊക്കെ എന്തോ ചെല്ലിയാ പോരെ. ചെല്ലൂല. വെറുതെ പായിന്റെ ചളുക്ക പറിച്ച, കാലിന്റെ നഖം പറിച്ച, ആടെ തിരിഞ്ഞു നോക്കുക, ഇവിടെ നിൽക്കുക, അങ്ങനെ ഗഫ്ലത്ത് നിൽക്കുക. എന്തുകൊണ്ടാ ഗഫ്ലത്തിലാകണ അറിയോ? ഇത്ര വലിയൊരു നന്മ കിട്ടുന്ന കാര്യമൊന്നും അറിയില്ല. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 അല്ലെങ്കിൽ 34, 33 ആണെങ്കിൽ മറ്റൊന്നും ചെല്ലണം. 100 തേക്ക. സാധാരണഗതിയിൽ എന്താ പറഞ്ഞ ആൾക്കാർ ചെല്ലല്ല. ചില പള്ളിയിലൊക്കെ ചെല്ലുണ്ട്. അത് കഴിഞ്ഞു. എന്ത് കൈ ഇങ്ങനെ ഭയങ്കര സ്പീഡ് കൊണ്ടു. കഴിഞ്ഞു. മര്യാദക്ക് ഒരു സുബ്ഹാനല്ലാഹ് നമ്മള് 10 ചെല്ലുമ്പത്തിന് സുബ്ഹാനല്ലാഹ് കഴിഞ്ഞിട്ടുണ്ടാവും. അൽഹംദുലില്ലാഹ് ഇങ്ങനൊന്നും ചൊല്ലിയിട്ട് കാര്യമില്ല. ശരിക്കും സമാധാനം. ഇനി തിരക്കുള്ള ആൾ പോയിക്കോട്ടപ്പോ നമ്മൾ പതുക്കെ അങ്ങനെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പരിശുദ്ധവാൻ, അല്ലാഹ് പരിശുദ്ധവാൻ, അല്ലാഹു പരിശുദ്ധവാനാണ് എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ ചെല്ലാം. അങ്ങനെ ചെല്ലിയാൽ ഓന്റെ പാവങ്ങൾ പൊറുക്കും. കടലിലെ ഞുരകൾക്ക് സമാനം പാപമുണ്ടെങ്കിലും, കടലിലെ ഞുരകൾക്ക് സമാനം പാപമുണ്ടെങ്കിൽ പൊറുക്കും. ചൊല്ലും ഇൻഷാ അല്ലാഹ് നിങ്ങള്. ഇത് നമ്മൾ ഇന്നു മുതൽ എന്തായാലും അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ ജീവിതത്തിൽ ചെയ്യല്ല എന്ന് മാത്രം. ചെയ്യാന്നൊക്കെ വിചാരിച്ചിങ്ങനെ പോവാണ്. എന്നാ ഇനി നമ്മൾ ചെയ്യാം. അറിവില്ലാത്ത പ്രശ്നമല്ല, ഞാൻ പുതിയ അറിവൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്തായാലും നമ്മൾ ചെയ്യണം. എന്നിട്ട് ഈ അള്ളാന്റെ ഖജനാവ് നമ്മൾ സ്വന്താക്കണം. ഈ അള്ളാൻ അതൊക്കെ നോക്കണുണ്ട്. ഏത് ഇല വീണ് നോക്കണ അള്ളപ്പം വാക്കി ഓതുണ്ടോ നോക്കോ? നിങ്ങൾ പറയും. ഇല വീണ് നോക്കണ അള്ളാ ഇവൻ മുൽക്ക് ഓതുണ്ടോ നോക്കോ? ഇവൻ അത്ര അത്യാവശ്യം തിടുക്കുണ്ട്, ഇവൻ ചെല്ലൂലേ? അതുകൊണ്ട് സൂറത്ത് വാഖിയ ഓതണം. ഓതണം. ഒരു കച്ചവടക്കാരൻ എന്നോട് കഴിഞ്ഞ റമദാനിൽ ഇങ്ങനെ ഒന്നിട്ട് ചോദിച്ചു. വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഓനോട് ചോദിച്ചു, അല്ല നമ്മളെ ഓന്റെ അതേ സെയിം ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട്, അതേ സ്ഥലത്ത് തന്നെയാണ്, അതേ അങ്ങാടിയിൽ തന്നെ സെയിം ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പൊ സ്വാഭാവികം എന്താ ഉണ്ടായാല് പറയും. ഓൻ പൊളിഞ്ഞിട്ടണമെന്നല്ലേ?
പൂതി സ്വാഭാവികരല്ലേ, വളരെ റയറായിട്ടുണ്ടാണ് സാധനങ്ങളാണ്. അപ്പൊ ഇവനോട് അയാൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ പോകുമ്പോൾ പറഞ്ഞു, എന്താ എന്റെ കച്ചവടം ഇത്ര ഡെവലപ്പ് ആവാനുള്ള ഗുട്ടൻസ്, അതിന്റെ ഐഡിയ എന്താണെന്ന് ഇയാള് തുറന്നു ചോദിച്ചു. നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാരാണ്, കച്ചവടത്തിലുള്ള പ്രശ്നം ഉണ്ടാവുന്നല്ലോ. ഓൻ പറഞ്ഞു, ഞാൻ ഒരു ഐഡിയ ഉണ്ട് എനിക്ക് എന്ന് പറഞ്ഞു. ഞാൻ ആ ഐഡിയമ പോണാണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. എന്താണ് ചോദിച്ചാൽ ഞാൻ പിന്നെ പറഞ്ഞിട്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ തോന്നും, ഷെയ്ത്താൻ പിന്നെ വസ്വാസം ഉണ്ടാക്കുമല്ലോ. ആ ഐഡിയ പറഞ്ഞു കൊടുത്താ ഞാൻ അയാൾ ചെയ്യും, അയാളെ കച്ചവടം എന്താവും, അതാവും, ചിലപ്പോ ഇന്ന ബാധിക്കോ എന്നൊക്കെ അങ്ങനെ തോന്നിയിട്ട് വെറുതെ ഒരു വസ്വാസം ഉണ്ടാക്കി. അങ്ങനെ ഒരു ദിവസം ഉണ്ട് പള്ളിയിൽ വന്നിട്ട് ഉദയം വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ അങ്ങനെ ഒരാളോട് ഒരു വാക്ക് പറഞ്ഞു കൊടുക്കാന്ന്, പിന്നെ ഞാൻ എന്താ ചെയ്യാ അങ്ങനൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ എന്റെ ഉള്ള ഐഡിയ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഐഡിയ നിങ്ങൾ പറഞ്ഞെന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞെന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞെന്നാണെങ്കിൽ ഞാൻ ഇപ്പോഴാണ് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം ഇവിടെ ഒരു ജുമാക്ക് പറഞ്ഞു. ഞാൻ ശരി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പരസ്യമായിട്ടല്ല പറഞ്ഞത്, അപ്പൊ അങ്ങനത്തെ എന്തോ ഒരു ഐഡിയ ആയിക്കുന്നത് വിചാരിച്ചു. എന്താ ഐഡിയ വെച്ച് ഞാൻ സത്യം പറയാറുണ്ട്. എന്താ വെച്ച് ഞാൻ സൂറത്ത് വാക്കയ ഓതലിന്റെ സൂറത്ത് വാക്കയ ഓതിയതിന്റെ ശേഷം എന്നും ഇനി കച്ചവടം വലുതാൻ വേണ്ടിയിട്ട് സൂറത്ത് വാക്കയ ഓതിയ ഉറപ്പ് പൊട്ടുട്ടോ. അത് നിങ്ങൾ ഇത് മരുന്നാക്കണ്ട, നിങ്ങൾ ആഖിറത്തിന് വേണ്ടി ഓതിക്കോളി, അള്ളാഹ് തരാനുള്ളത്. ഓന്റെ യഖീൻ പറയാണ്. ഞാൻ ഓതിയതിനു ശേഷം അള്ളാഹുവിന്റെ കരുണയും ഔദാര്യം കൊണ്ട് കച്ചവടം ഭയങ്കര ഉഷാറിലാണ്. ഞാൻ പലപ്പോഴും ദുബായിൽ അവിടെ ഇവിടെ യാത്ര പോവും, വല്ലപ്പോഴും മിസ്സായി 1-2 ദിവസമോ അങ്ങനെ അശ്രദ്ധയിൽ മിസ്സായാല് നാട്ടിലേക്ക് വിളിച്ചു നോക്കി അപ്പം പറയും കച്ചവടം ഡൗൺ ആണെന്ന്. ഇത് ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ ചോദിച്ചോട്. ഞാൻ പറഞ്ഞു, ഇജ്ജ് പറഞ്ഞു കൊടുത്താളെ ഞാൻ എന്റെ കച്ചവടം എന്തായാലും ഇത്ര യക്കീൻ സാധാരണക്കാർക്കുണ്ട്. അതുകൊണ്ട് കച്ചവടം കൂടുന്ന വിചാരിച്ചിട്ട് ചെല്ലണ്ട, ആഖിറത്തിൽ പ്രതിഫലം കിട്ടണം, ഓരോ ഹർഫിനും കൂലിട്ടു. നബിതങ്ങൾ സല്ലല്ലാഹു പറഞ്ഞാണ്, ദാരിദ്ര്യം ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രശ്നമല്ല. പീടിക കച്ചവടം നടക്കാക്കട്ടെ, നമ്മളെ പേരിൽ എന്തില്ല ഞാൻ മതി. സൂറത്തുൽ ഖിന എന്നതിനൊരു പേരുണ്ട്. ഏന് സൂറത്തുൽ വാഖയുടെ വേറൊരു പേരാണ് സൂറത്തുൽ ഖിന, ഐശ്വര്യം എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഓതൂല ഇൻഷാ അല്ലാഹ്. അള്ളാഹ് നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. റമദാൻ മാസം എന്താ ഏകദേശം എത്ര ഇന്ന് 6 ഇനി അടുത്ത സ്റ്റോപ്പ് ഇത് ഈ ടൗൺ ടു ടൗൺ മൈര, അടുത്തൊരു ചവിട്ട് അപ്പുറത്ത്, അത് കഴിഞ്ഞ് അടുത്ത ചവിട്ടിന് ഇറങ്ങാനായും ചെയ്തു. റമദാൻ പോവും. അടുത്ത റമദാൻ ഉണ്ടാവും അറിയില്ല. കഴിഞ്ഞ റമദാൻ നമ്മളെ മറ്റേയാൾ പറ്റിച്ചിന്. എന്ത് ഇൻഷാ അല്ലാഹ് ഈ റമദാൻ ഏതായാലും ഇങ്ങനൊക്കെ പോയി, അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞു. എന്തിന് ഉഷാറാക്കണം, ഖത്തം തീർക്കണം, ആനാക്കണം എന്നൊക്കെ. ഇപ്പോഴും അത് ആ റമദാൻ വന്ന്, പക്ഷെ നമ്മളിപ്പോഴും ചിലവര് ആ ബക്കറൊക്കെ ഓതി തുടങ്ങിയിട്ടുണ്ടാവും, ഇപ്പൊ അവിടെ വീണുണ്ടാവും. അതിനിടെ ഒരു തക്കാരം വന്ന് അയലിട്ട് പിന്നെ പോയി. പിന്നെ ഓൻ വിചാരിക്കാണ് ഇനിയിപ്പോ എന്തായാലും ഓടിയാൽ എന്ത് ചെയ്യൂല, എത്തൂല. വിടരുത്, ഖത്തം തീർക്കാനുള്ള ശ്രമം നടത്തണം. രാത്രികൾ മസ്ജിദിൽ ഹയാത്താക്കാനുള്ള ശ്രമം നടത്തണം. അവസാനത്തെ 10 അവിടെ പാഞ്ഞെന്ന് വാരി ചാക്കിലാക്കി കൊണ്ടുവന്നൊന്നും വിചാരിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ ശഅബാന്റെ അവസാനത്തെ സമയത്ത് പറഞ്ഞു, ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ. ഒരു മാസാണ് റമദാൻ എന്ന് പറഞ്ഞത്, അതിലൊരു രാത്രിയുണ്ട് 1000 മാസത്തെക്കാൾ ശ്രേഷ്ഠമായതാണ്. അവസാനത്തെ 10 എന്നല്ല പറഞ്ഞത്, ഈ റമദാൻ മാസത്തിൽ ഏതോ ഒരു രാത്രി ഉണ്ട്. ഉലമാക്കൾ പറഞ്ഞത് കൊല്ലം കൊല്ലം മാറി മാറി വരും. അപ്പൊ ഒന്നാമത്തെ 10 ഉണ്ടോന്നുള്ളതൊന്നും ഇപ്പൊ നമുക്കറിയില്ല. അതുകൊണ്ട് ഒരുവിധം തിരക്കില്ലാത്തവരൊക്കെ പള്ളി വന്ന് കിടക്കുക, നോമ്പ് തുറന്നിട്ടോ ഇല്ല തുറക്കാനോ മസ്ജിദിക്ക് വരിക, പിന്നെ സുബീസ്കാരം കഴിഞ്ഞിട്ട് പോയിക്കോളി, പള്ളി കിടന്നോളി, ഇബാദത്ത് ചെയ്തോളി, ദിക്ർ ചെയ്തോളി, ഇത്തികാഫിരുന്നോളി. പെരെ പോയാൽ എന്താ ചെയ്യാന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. അവിടെ പോവും, അവിടെ കുറച്ച് വർത്താനൊക്കെ പറയാം, അവിടെ കടന്നുറങ്ങും, പിന്നെ അത്താഴത്തിന് ഇങ്ങോട്ട് പോരും. മസ്ജിദിലായാലും വലിയ പ്രയോജനം ഉണ്ടാവും. അതുകൊണ്ട് മസ്ജിദിനെ ആബാദാക്കുക, ഇബാദത്ത് ചെയ്യുക, മനസ്സിലായില്ലേ. അതുകൊണ്ട് പള്ളി കിടക്കാനുള്ള ശ്രമം മിനിമം ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ വേണമെങ്കിൽ പെരേ പോയിക്കോളി, ബാക്കി പള്ളി കിടന്നോളി. രാവിലെ പോയി പെരേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തോളി. ഫുള്ള് ഇത്തികാഫിരിക്കണം എന്നല്ലല്ലോ ഞാൻ പറഞ്ഞു. അവസാനത്തെ 10 ഫുള്ള് എന്തായാലും ഇരിക്കണം. ഇപ്പം എന്തായാലും രാത്രി ഇരിക്കണം. എന്തെങ്കിലും 2 ദിക്റല്ലേ, ഒരു ഖുർആൻ ഓതി. അടുത്ത റമദാൻ നമ്മൾ ഉണ്ടോ അറിയില്ല, അവസാനത്തെ 10 നമ്മൾ ഉണ്ടോന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കും. ഇവിടെ അങ്ങനെ തുടങ്ങിനോ? ഇവിടെ ആരെങ്കിലും രാത്രി ഉണ്ടായാലുണ്ടോ? നിങ്ങളെന്താ ഒന്നും പറയാത്ത? നിങ്ങൾ ആരും ഉണ്ടായില്ല. ഉണ്ടായല്ലോ, എത്ര ആളുണ്ടാവും?
10 രൂപ ഉണ്ടോ? 6 ആൾ ഇത്ര വലിയ പള്ളിക്കോ? ഭായി ബാക്കിയുള്ള നമ്മളെ പ്രശ്നം എന്നാ തീരാ? പള്ളിയിലൊക്കെ കിടക്കാൻ എന്നാ ആകുക? പറയും. പെണ്ണുങ്ങൾ മരിച്ചോണം അല്ലേ? എന്താ ആൾക്കാരങ്ങള്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കിടക്കണേനെ പറ്റി ആലോചിക്കോ. ഇവിടെ കിടന്നോളൊന്നുമില്ല. നിങ്ങളെ നാട്ടിലടുത്തുള്ള പള്ളിയിലെ അവിടെ പോയി കിടന്നാൽ മതി. രാവിലെ സാധനങ്ങൾ വാങ്ങി കൊടുക്കുക, ബാക്കി കൊടുക്കുക, രാത്രി ആകുമ്പോൾ പള്ളിയിലെത്തുക, തറാവിസ്കാരം സമാധാനമായി നിസ്കരിക്കുക. മറ്റേ ക്ലോക്കൊക്കെ നോക്കും 10 ആയി 10:15 ഇയാൾ നിർത്താനുള്ള പരിപാടിയൊന്നും ഇല്ല എന്നൊക്കെ വിരിപ്പ് പറ്റിയോണ്ട് പോന്നാ പിന്നെ ആ പ്രശ്നം സമാധാനമായിട്ട് നിസ്കരിക്കല്ലോ. എന്തിനാ നിർത്തണം? നിങ്ങൾ ഓതിക്കോളി അറിയല്ലോ. സമാധാനമായി കുറച്ചേരം ഖുർആനൊക്കെ ഓതി, ഒച്ചപ്പാട് ബഹളമൊന്നുമില്ല, ഖത്തം തീർക്കുക, ദിക്റില്ല, തസ്ബീഹ് നിസ്കരിക്കുക, രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. നിങ്ങൾ ഇതിനെ പറ്റൊന്ന് ആലോചിക്കോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ആലോചിക്കും ഇൻഷാ അല്ലാഹ്. ഒരു ജീവനില്ല ഇതിന്, വാക്യന്റെ ജീവനില്ല. കാരണം വാക്യൊക്കെ ആയിട്ടുള്ള കേസാണല്ലോ. ഇതൊരു ജീവനില്ലാത്ത ഇൻഷാ അല്ലാഹ് അതിലാട്ട് പോയി. നിങ്ങൾ ആലോചിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹ് അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല നമ്മളെ കൂടുതലിനെ കബൂലാക്കുമാറാട്ടെ. റമളാൻ സമ്പാദിക്കുന്നവർക്കുള്ള മാസാണ്. പൈസ ഉണ്ടാക്കാനുള്ളതല്ല. പിന്നെ 11 മാസം ഉണ്ടാക്കിയ പൈസ ചെലവാക്കാനുള്ള മാസാണ്. എന്നിട്ട് പിന്നെ പിന്നെ അടുത്ത എന്താണ് ശവ്വാൽ മുതൽ പിന്നെ എന്ത് ചെയ്യാ? പിന്നെ എന്തുണ്ടാക്ക? പൈസ ഉണ്ടാക്ക. റമളാൻ വരെ അടിച്ച് തീർക്കുക. കാരണം ഒന്നിനൊക്കെ എത്ര കിട്ടുന്നത്. നമ്മളേക്ക് പൈസ ചെലവാക്കാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് പണക്കാരുണ്ട്. ഓല് ചെലവാക്കിയോട്ടെ. ഉള്ളതിനനുസരിച്ച് ചെലവാക്കുക. 100 ഉറുപ്പിക 100-നനുസരിച്ച് ചെലവാക്കുക. ഒരാ 40 രൂപ കീസ വെച്ച് 60 രൂപ എന്താക്കുക? അങ്ങനെ ഉണ്ടല്ലേ. 60 രൂപ കീസ വെച്ച് 40 കൊടുത്താലിന്നാല് കൊടുക്കന്നെ കൊടുക്കുക. ഈ റമളാനൊക്കെ വന്നിട്ട് കായ് ചെലവാക്കാത്ത ഓനെ എത്തിന് പറ്റും? സീസണാണ്. സീസൺ സമയത്തിന് ടെക്സ്റ്റൈൽസാരൊക്കെ ഇപ്പം പെണ്ണുങ്ങളെ പണ്ടൊക്കെ പണയം വെക്കും. വെക്കൂലേ? ചെരുപ്പ് ഒക്കെ റെഡി പർച്ചേസിന് വേണ്ടിട്ട് പൈസ ഒക്കെ അവിടെ വാരി വലിച്ചു പോണം. കച്ചവടക്കാരുടെ ഒറ്റൊന്നിന്റെ പൈസ ഉണ്ടാവില്ല. അപ്പം ഫുള്ള് പൈസക്ക് വേണ്ടി പാച്ചിലേക്കും. ഇത് 1 മാസത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങണ്ടാവും. കാരണം ഇപ്പം പൈസ ഇറക്കിയ എന്തായി കിട്ടും? ഫുൾ ബിസിനസ് നടക്കും. അത്യാവശ്യം തേട്ടാണോ പോലെ കച്ചവടം ചെയ്യാൻ പറ്റും. സാർമാര് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സംഭവമാണിത്. റമളാനിൽ പൈസ ഇറക്കുക, പാവങ്ങൾക്ക് കൊടുക്കുക, പട്ടിണികളുള്ളവർക്ക് കൊടുക്കുക, പ്രയാസമുള്ളവർക്ക് കൊടുക്കുക, നോമ്പ് ഉറപ്പിക്കുക, പല പണി ചെയ്യാണ്ട്. നമ്മള് റമളാനിലും കായ് ഉണ്ടാക്കാൻ പായ. ഇപ്പോഴും കായ് ഉണ്ടാക്കാൻ പായിന ഈ മനുഷ്യന്മാര് നാവുമ്മക്ക് വെച്ചു നോക്കിയില്ല ആഹാരം. അതുകൊണ്ടാ റമളാനൊക്കെ കഴിഞ്ഞോ ലീവ് എടുത്തോളി. ഇവിടെ 12 മാസം ഓടിയിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല. 1 മാസം ലീവ് എടുത്താൽ ഒരു ചുക്കും സംഭവിക്കൂല. പീടിയൊക്കെ ഉള്ള ആൾക്കാർ നേരത്തെ പൂട്ടിക്കോളി. 6 മണിക്ക് പൂട്ടുക. അതിന്റെ പേരുള്ള കച്ചവടം മതി. ഫുള്ള് കച്ചവടം ചെയ്തിട്ട് എന്താ ഉണ്ടാക്കിയ കഴിഞ്ഞല്ലോ എന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ റമളാനെ മുതലാക്ക. ഓല് ഭാഗ്യവന്മാരാണ്. അടുത്ത കൊല്ലൊക്കെ ഉണ്ടാവുമെന്ന് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് പരസ്പരം കൂടി ആലോചിക്കും, തീരുമാനം ഉണ്ടാക്കി, മസ്ജിദുകൾ ബാക്കിയുള്ളതിനൊക്കെ സമ്പത്ത് ചെലവാക്കി, സാധാരണക്കാർക്ക്, പാവങ്ങൾക്ക്, കഷ്ടപ്പെടുന്നവർക്ക് ഒക്കെ കൊടുക്കിൻ. ഈ റമളാനിൽ ഒരു നന്മ ചെയ്താൽ ബാക്കിയുള്ള മാസം ഫർള് നിർവഹിച്ചപ്പോ ഒരു ഫർളിനൊക്കെ അള്ളാനെടുക്കുക എത്ര കൂലി. അതുകൊണ്ട് ചെയ്യൂല ഇൻഷാ അല്ലാഹ്. ചെയ്യൂലേ? അള്ളാഹ് നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹ് നമ്മളെ കൂടലിനെ ഖൈറിന്റെ കൂടലെ അംഗീകരിക്കുമാറാവട്ടെ. പോരെ? അതല്ലേ? ഞാൻ അങ്ങോട്ട് പോരുമ്പോഴും ആലോചിച്ചിന്, മിഞ്ഞാന്നും ആലോചിച്ചിന്, ഈ റമളാൻ വയലേറുന്ന മാസേ എല്ലാം മണ്ടന്മാരായിട്ട് പറയാം നമ്മള്. ശരിക്ക് റമളാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അമൽ ചെയ്യേണ്ട മാസാ. നമ്മളെ രാത്രി ഇപ്പം പോയില്ലേ, പുറത്തെനിക്ക് ഇരുന്നിന് 10:30 ഇരുന്നില്ലേ, അമൽ ചെയ്യ ആഹൃതക്ക്. പിന്നതൊക്കെ ഇപ്പൊ ഒരു അമലായി കിട്ടും വിചാരിച്ചിട്ട് ഞാൻ നിക്കാണ്. കിട്ടൂലേ? നിങ്ങള് വാക്കിയൊന്നും ഓതിയില്ല ചങ്ങായിമാരത് ഇപ്പൊ നഷ്ടാവും. മുണ്ട ഏതായാലും വിരിച്ചില്ല. ബാക്കി നിങ്ങൾ ഈ പറഞ്ഞ എടുത്തും കൂടി ചെയ്തില്ല. ആകെപ്പോ പ്രതീക്ഷ എന്തേ ഉള്ളൂ? ഈ കൗമൻ എന്തെങ്കിലും പറഞ്ഞെടുത്ത ചെയ്യല്ലോ എന്നുള്ളതാണ്. ചെയ്യൂല നിങ്ങള്? ആരാണ് ഇവിടെ രാത്രി കിടക്കാനുള്ള ആൾക്കാര്? നിങ്ങൾ ഇന്നും കിടക്കുന്ന ആളല്ലേ? എന്നോ ഇന്ന് വേണ്ട, ഇന്ന് എല്ലാരും പേരെന്ന് ഇങ്ങനെ വന്നേക്കും. നാളെ കിടക്കാനുള്ള ആരൊക്കെ അല്ലേ? പൊന്തിച്ചോളി. ഇത് ബേജാറെന്താ? എനിക്ക് വേണ്ടിയല്ല.
അവിടെ കിടന്നു നോക്കി. ഭയങ്കര നമ്മളെ ഉദയിലൊക്കെ കണ്ടമാൻ ചെക്കന്മാർ കിടക്കുന്നുണ്ട് ഭയങ്കര അരത്തില്. ഞാൻ ചിലതിനൊക്കെ പെരേക്ക് പറഞ്ഞേക്കലാണ്, പെണ്ണുങ്ങള് കുഞ്ഞ് തടിയെടുത്താലോ എന്ന് വിചാരിച്ചിട്ട്. നാളെ എടുക്കണവര് മറ്റന്നാളിലോ അവിടെ പൊന്താത്ത എന്താ വൈ അവിടെ പൊന്തിച്ചോളി. ഒക്കെ ബി പി ഉള്ള ആൾക്കാരെന്നാ തോന്നണേ. അക്കൊക്കെ ബി പിയാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒറ്റക്ക് ആലോചിച്ചോളൂ. സമയം എന്തായാലും കൊടുക്കൂലേ? റമളാൻ ആകുമ്പത്തിന് എന്തെങ്കിലും ഒരു സംഖ്യ ചെലവാക്കും വേണം. എനിക്കറിയണ്ട, കൊടുത്താ മതി. നിങ്ങള് കൊടുക്കൂല ഇൻഷാ അല്ലാഹ്. അവിടെ ഞാൻ ധൈര്യത്തിൽ പറഞ്ഞേ കൊടുക്കുക. തന്നതിൽ അല്ലാഹ് തന്നേന്ന് എന്തെങ്കിലും കൊടുക്കണം. കാരണം മരിച്ചു പോയാലും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. മക്കൾ അതുകൊണ്ട് ഉടായക, ഉറുദുവിൽ പറയാതാ, ജോ കമായക ഉടായക, അടിച്ച് പറത്തുന്നർത്ഥം. മക്കളെ അടിച്ച് വലിയ ബെൻസൊക്കെ വാങ്ങി അടിച്ച് ചെത്തിട്ട് അവസാനം പാപ്പറാവും. ഞമ്മളിങ്ങനെ ഇറുക്കി പിടിച്ച് ഉണ്ടാക്കി. അതുകൊണ്ട് ബുദ്ധിയുള്ള വേഗം ചെലവാക്കിയോളി. നല്ല കിട്ടണ റിയാലൊക്കെ മാറില്ലപ്പോഴാ ഇവിടെ മാറില്ല. വിദേശത്ത് നിന്ന് വന്ന ആൾക്കാർക്കൊക്കെ അറിയാം. റിയാല് അവിടുന്ന് വിടാന് നല്ല സമയമാണെങ്കിൽ കടം വാങ്ങിയവരെ വിട്ടോളൂ ആൾക്കാര്. നാട്ടിൽ കണ്ടെത്തട്ടെ വിചാരിച്ചിട്ട് വിടൂലേ? 18 റുപ്യ 18-50 കിട്ടാണ് റിയാലിന് അപ്പം വിടും. പൈസ ഉള്ളോടത്തോളം പൈസ നാട്ടിൽ എത്തിക്കും. കാരണം കിട്ടുന്നത് ഇതിപ്പോ അങ്ങനത്തെ സമയമാണ്. കൊടുത്താ ഇരട്ടി കിട്ടും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ തീരുമാനിച്ചോ? ഉള്ളില് മനസ്സിൽ തീരുമാനിച്ചില്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു സംഖ്യ, നല്ലൊരു സംഖ്യ 11 മാസം ഉണ്ടാക്കുക, 1 മാസം കൊണ്ട് തീർക്കുക. അമേരിക്കക്കാരന്മാരി എല്ലാത്തിനും ഓല വീമ്പറ്റുണ്ടല്ലോ. എല്ലാത്തിലും ഓല ടൗസർ, ഓല കുപ്പായൊക്കെ ഉണ്ട്. എന്നാ ഓല ഈ സ്വഭാവം കൂടി ആയാലെന്താ? ഓല അങ്ങനെയുള്ളു. എങ്ങനെ ഒരു 8 മാസമൊക്കെ പണിയെടുക്കുക, ബാക്കിയുള്ള കായ് കൊണ്ട് എന്താക്കുക ഫുള്ള് വിലസി അടിച്ച് അങ്ങനെ ആ ടൗസറൊക്കെ ഇട്ട് ഇതില് വരുന്നേ ആ കായിട്ട്. അല്ലാണ്ട് നമ്മളെ മാതിരി ആ അട്ടിക്കച്ച് മരിച്ചു പോണ ആൾക്കാരല്ലോ. ആ കാര്യത്തിൽ ഒരു ടോപ്പ് ആൾക്കാരാണ്. ഓലെ പിൻപറ്റാൻ പറ്റണ 1, 2, 3 ഗുണങ്ങളുള്ള ഒരു ഗുണം അതാണ്. ഇത് കായ് ഉണ്ടാക്കുക, ഫുൾ ഉഷാറായിട്ട് എന്ത് ചെയ്യാ, ഓല് അടിച്ചു തീർക്കാണ്. നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കാണ്. അതുകൊണ്ട് 11 മാസം ഉണ്ടാക്കിയതൊക്കെ കുറച്ചൊന്ന് ചെലവാക്കിങ്ങള് ഫുള്ള് പിസ്ക് സ്വഭാവത്തേക്ക് നീങ്ങാണ്. ഉമ്മത്ത് ദാരിദ്ര്യം പേടിപ്പിക്കാണ്. സൗദ്യം മുടങ്ങിയോട് പോരല്ലേ ഇത്താക്കാത്തും മറ്റൊക്കെ ഇവിടെ വന്ന് ഞാൻ കുടുങ്ങി, ഇവിടെ കായുണ്ടാവില്ല, എല്ലാവരും ബസ്സാണ്, ആ ബസ്സാണ്, ഫുള്ള് ബസ്സാണ്. ന്യൂസും വാർത്തയും കേൾക്കണോനൊക്കെ പിസ്കനാവും. കാരണം ഒന്നും കേട്ട് ബേജാറാകാണ്. വായിക്കാത്തവർക്ക് ഒരു ബേജാറില്ല. ഇവിടെ ഇപ്പൊ എന്തൊക്കെയാ നടന്നത്? റംസാൻ എന്നായിട്ട് പേപ്പറിന് കണ്ടില്ല. ഇവിടെ എന്ത് സംഭവിച്ചാലെന്താ നമുക്ക് മറ്റെന്നും വായിക്കാണ്. ഇങ്ങനെ പെട്രോളിന് കൂടും, മറ്റേന് കൂടും, അതിന് കൂടും. അതിനൊക്കെ നമ്മളിങ്ങനെ BP കൂടാണ്. ഒന്നും വിഷയ കണ്ടാന്ന് ഇതൊക്കെ ഇവിടെ നടക്കണം. ഇവിടെ വയല് നികത്തിയാൽ നെല്ലുണ്ടാവില്ല എന്ന് പറഞ്ഞു, ഭക്ഷണം ഉണ്ടാവില്ല പറഞ്ഞു. ഇവിടെ ഇത്രയും നികത്തിയ വയല് പയുള്ള ആൾക്കാർക്ക് അറിയാം. ഒട്ടുമിക്ക വയലൊക്കെ എന്തായിന് പറമ്പായി, ബിൽഡിങ്ങുകളൊക്കെ ആയിന്. എന്നിട്ട് ഇവിടെ അരിക്ക് ഭയങ്കര ക്ഷാമല്ലേ ഉണ്ടോ? മുമ്പ് അരി കരിഞ്ചന്ത ഇനി വിൽക്കാൻ പറ്റില്ല. ഇനി ഒരു ചാക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ കില മെറ്റ കില എന്നൊക്കെ പറഞ്ഞ അരിയാ. വലിയ അരിയൊക്കെ ഉണ്ടല്ലോ. ഏത് മന്തി മറ്റേതിന്റെ ഒക്കെ അരി, വലിയ അരിയൊക്കെ സാധാ ഗ്രാമത്തിൽ കിട്ടാൻ തുടങ്ങി. അപ്പൊ റിസ്ക്കും പാടുന്നായിട്ട് ഒരു ബന്ധുല്ല. നമുക്ക് വെറുതെ പൊട്ടത്തരം ചിന്തിച്ചിങ്ങനെ കൂടാണ്. റിസ്ക് ആരാ തരല്? അവിടെ നിങ്ങൾ ചെലവാക്കോ? ഖുർആൻ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു സാധനം ചെലവാക്കാനാണ്. ചെലവാക്കാൻ അങ്ങനെ പറയണ്ടേ. നാം അവർക്ക് കൊടുത്തേന്ന് ഒരു ചെലവാക്കുന്ന ആൾക്കാരാണ്. എന്ത് പറയാം? മൂമിന്റെ ഗുണം പറയാണ്. അതിന്റെ കൂട്ടത്തിൽ അല്ലാഹ് പറയും, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ അല്ലദീന യുഖീമൂനസ് സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. ഓരെന്നെയാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. ആര്? നിസ്കാരം കൃത്യമായി നിലനിർത്തും, പിന്നെ ചെലവാക്കും. തിസ്കും എന്നല്ല പറഞ്ഞത്, നിസ്കരിക്കും കൃത്യമായിട്ട്. നമ്മളിന്ന് കൃത്യമായി നിസ്കരിച്ചും കീസാനവും പൊടിച്ചും വെക്കും. നിസ്കരിക്കാൻ ചെലവാക്കാം. യുഖീമൂന സ്വലാ ഇന്നമൽ മുഅ്മിനീൻ, ഇവരാണ് മുഅ്മിനീങ്ങൾ. ആദ്യം അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയണം ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. കായൊക്കെ കണ്ടമാനം ചെലവാക്കുന്ന ആൾക്കാരാണ് ആര്? ഹക്കായ മോമിനിങ്ങൾ. ഓൾക്ക് പിസ്കും ബേജാറൊന്നുമില്ല. ചെലവാക്കൂല നിങ്ങൾ ഇൻഷാ അല്ലാഹ്. മസ്ജിദുകൾക്ക് വേറുള്ളതിനൊക്കെ നല്ല ചെലവാക്കി അള്ളാഹ് നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് ആഖിറത്തിൽ വലിയത് കിട്ടും. നമ്മളെന്നെ അമ്പരന്നവും ഇതിനൊക്കെ എത്ര ഉണ്ടായിരുന്നെങ്കിൽ മുഴുവൻ കൊടുക്കഴിഞ്ഞല്ലോ എന്നൊക്കെ വിചാരിക്കും. അല്ല, കൊടുത്തതിനെ പറ്റി ഖേദമല്ല ഉണ്ടാകുക, ഇനിയും കൊടുക്കഴിഞ്ഞല്ലോ വിചാരിക്കും. ചെയ്യല ഇൻഷാ അല്ലാഹ്. അള്ളാഹ് അമലിനെ തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن سهلا إذا شئت يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام. കരുണ അല്ലാഹുവേ, കൃപയുള്ള പടച്ചവനെ, ഔദാര്യവാനായ ഞങ്ങളുടെ അല്ലാഹുവേ, യാ അല്ലാഹ് യാ അല്ലാഹ്, നീ ഞങ്ങളെ പാവങ്ങളൊക്കെ പുറത്തിരണേ അല്ലാഹ്. കണക്കില്ലാത്ത തിന്മകൾ ചെയ്തവരാണ് അല്ലാഹ്. ഒരമൽ എടുത്തു പറഞ്ഞിട്ട് അതിന്റെ പേരിൽ പുറത്തു താന്ന് പറയാൻ കൂടി ഞങ്ങളിൽ അമലില്ലാത്തവരാണ് അല്ലാഹ്. ജീവിതത്തിൽ ചെയ്തതൊക്കെ തിന്മകളും അക്രമങ്ങളും അനുസരണക്കേടുകളാണ്. പടച്ചവനെ, നീ പുറത്തിരുന്നുള്ള വലിയ പ്രതീക്ഷയിൽ നിന്റെ മുന്നിൽ ഈ പാതിരക്ക് കൈനീട്ടാണ് അല്ലാഹ്. ഞങ്ങളിൽ പറയാൻ പറ്റിയ അമലില്ല അല്ലാഹ്. പക്ഷെ നിന്റെ ഔദാര്യം വിശാലാണല്ലോ അല്ലാഹ്. നീ വലിയ ഔദാര്യവാനാണല്ലോ അല്ലാഹ്. പുറത്തിറങ്ങേ അല്ലാഹ്, പുറത്തിറങ്ങേ അല്ലാഹ്. ഞങ്ങൾക്ക് വർഷങ്ങൾ മുമ്പ് ഏതൊക്കെയോ ഗഫലത്തിന്റെ മാഹോല്ലേ എന്ന് പടച്ചവനെ. റമളാൻ എന്താന്നും കൂടി അറിയാതെ കുറെ റമളാൻ പോയിന്ന് പടച്ചവനെ. ഷെപ്പജി അങ്ങനെ ഞങ്ങള് വലിച്ച് പള്ളിയിലൊക്കെ കൊണ്ടുവന്ന് ആക്കിയല്ലോ പടച്ചവനെ. യാ അല്ലാഹ്, തറാവി നിസ്കാരത്തിനൊക്കെ ഞങ്ങള് വേറെ എന്തൊക്കെയോ ചിന്തയിലാണെങ്കിലും സമയെങ്കിലും അതിനു വേണ്ടി ചെലവാക്കണ്ടല്ലോ പടച്ചവനെ. സുജൂദും റുക്കുവൊക്കെ ഒരു കോലത്തിലെങ്കിലും ചെയ്യണ്ടല്ലോ അല്ലാഹ്. അതൊക്കെ പരിഗണിച്ച് പുറത്ത് താ അല്ലാഹ്. ഞങ്ങളെ നിസ്കാരത്തിലൊക്കെ ശരിക്ക് ജീവൻ തരണേ അല്ലാഹ്. നിന്റെ ദാത്തെ ആലിയിലുള്ള യഖീൻ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. നിന്നോടുള്ള ഇഷ്ടം തരണേ അല്ലാഹ്. പടച്ചോനെ അല്ലാഹ്, നിന്നോടൊരു ഇഷ്ടം ഉണ്ടായി കിട്ടിയാ പിന്നെ അമൽ ചെയ്യൽ എളുപ്പമാണല്ലോ അല്ലാഹ്. ഹബീബായ നബിതങ്ങൾ സലദാസങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് ഞങ്ങളെ ഹൃദയങ്ങളെ നറക്കണേ പടച്ചോനെ. സുന്നത്തിന്ന് ഞങ്ങൾക്ക് സുന്നത്താന്ന് അറിയാം, കൂലിറ്റെന്നും അറിയാം, എടുക്കണമെന്നും അറിയാം. പക്ഷെ ഞങ്ങളെ മനസ്സ് സംഭവിക്കാത്തോണ്ട് നടക്കില്ല പടച്ചോനെ. യാ അല്ലാഹ്, ഞങ്ങളെ മനസ്സിൽ പുന്നാര നബിതങ്ങളോടുള്ള സ്നേഹം താ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളൊക്കെ നന്നായി കാണാൻ ഞങ്ങൾക്ക് പൂതിയുണ്ട് പടച്ചോനെ. നിന്നെ മാത്രം ഓർത്ത് നിസ്കരിക്കാൻ തൗഫീഖുണ്ട് അല്ലാഹ്. അതിന് തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങളെ നല്ലൊരു ആഗ്രഹമാണ് പടച്ചോനെ. യാ അല്ലാഹ്, പടച്ചോനെ ഞങ്ങളെ ഗഫലത്തിലാക്കല്ലേ അല്ലാഹ്. ഈ അശ്രദ്ധയിലെങ്ങാനും ഞങ്ങൾ മരിച്ചു പോയാൽ ഞങ്ങൾ വലിയ നഷ്ടവാളികളാവും പടച്ചോനെ. അല്ലാഹുവേ, നിന്റെ ഖുർആനും ദീനൊക്കെ ആയിട്ടുള്ള ബന്ധം താ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ഇന്ന് നല്ല നീയത്ത് രാത്രിയിൽ വെച്ചിട്ടുണ്ട് പടച്ചവനെ. ജീവിതത്തിൽ നീ മരിക്കണത് വരെ ഈ അമലുകളൊന്നും മുടങ്ങാതെ ചെയ്യാനുള്ള എല്ലാ തൗഫീഖും അവസരങ്ങളും ഉണ്ടാക്കി തരണേ അല്ലാഹ്. തിന്മ ചെയ്യാൻ ഞങ്ങളെ മനസ്സ് കൊതിക്കും, ഞങ്ങളെ ശരീരം അതിനു വേണ്ടി വെമ്പൽ കൊള്ളും. പക്ഷെ നീ ഞങ്ങളെ വിടരുത് പടച്ചവനെ. ഞങ്ങളെ തിന്മയിലേക്ക് നീ അയക്കരുത് പടച്ചവനെ. തിന്മനോട് ഞങ്ങൾക്ക് വെറുപ്പുണ്ടാക്കി താ അല്ലാഹ്, വെറുപ്പുണ്ടാക്കി താ അല്ലാഹ്. പടച്ചവനെ, നീ ഞങ്ങളെ ഹൃദയത്തിൽ വെറുപ്പ് എന്നാ പിന്നെ ചെയ്യൂലല്ലോ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ അല്ലാഹുവേ, ഈ പരിശുദ്ധമായ റമളാനിലെങ്കിലും ഞങ്ങളെ കാര്യത്തിൽ ഒരു നല്ല തീരുമാനം ഉണ്ടാക്കല്ല. ഞങ്ങളുടെ അഹങ്കാരത്തിന് ഒരു കുറവ് തരം ഉണ്ടായിട്ടില്ല പടച്ചവനെ. യാ അല്ലാഹ്, പടച്ചവനെ, എന്നോട് ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല. പക്ഷെ നീ ഞങ്ങളെ റബ്ബാണല്ലോ അല്ലാഹ്. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നിന്റെ സാലിഹീങ്ങളുടെ ആ ലിസ്റ്റിക്ക് ഞങ്ങളും കൂടി കേറ്റണേ പടച്ചവനെ. നിന്റെ ഔലിയാക്കളുടെ ലിസ്റ്റിലേക്ക് ഞങ്ങളെ കേറ്റണേ അല്ലാഹ്. ഞങ്ങൾ ഇതുവരെ ചെയ്ത അമലുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് പറഞ്ഞ വാക്കുകളെ അതിലെ ശരി ഞങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അബദ്ധങ്ങളെ നീ വിട്ടുവീഴ്ച ചെയ്ത് തരണേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, യാ അല്ലാഹ്, ഞങ്ങളെ വേറെ അമലൊന്നും ഇല്ല അല്ലാഹ്. ഞങ്ങളെ റമളാൻ ഈ കോലത്ത് തീരാണ് പടച്ചവനെ.
അല്ലാഹ് നിന്നിൽ വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഉള്ളത് പടച്ചോനെ. ഈ എന്തായാലും പുറത്തിരുന്നുള്ള വലിയ പ്രതീക്ഷയിലാണ്. ഞങ്ങളെ പ്രതീക്ഷയെ നീ പടച്ചവനെ നിരാശാക്കരുതേ അല്ലാഹ്. അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഅ മിൻ ദുനൂബിന വറഹ്മതുക അർജഅ ഇൻദനാ മിൻ അഅമാലിന. പടച്ചവനെ ഞങ്ങളൊക്കെ പാവങ്ങളെക്കാൾ വിശാലമായ ഔദാര്യത്തിന്റെ ഉടമസ്ഥനാണ്, മഗ്ഫിറത്തിന്റെ ഉടമസ്ഥനാണ് നീ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ അമലിലൊന്നും ഒരു പ്രതീക്ഷയില്ല പടച്ചവനെ. ആകെ പ്രതീക്ഷ നിന്റെ റഹ്മത്തിലാണ് അല്ലാഹ്, നിന്റെ റഹ്മത്തിലാണ് അല്ലാഹ്, നിന്റെ റഹ്മത്തിലാണ് അല്ലാഹ്. ഞങ്ങൾ ഓരോരുത്തരെ പറ്റി നിനക്ക് വ്യക്തമായിട്ട് അറിയല്ലോ അല്ലാഹ്. ഞങ്ങളെ ഉള്ളും പുറവും നീ അറിയല്ലോ പടച്ചവനെ. ഞങ്ങളെ രഹസ്യം പരസ്യം നീ അറിയല്ലോ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ശൈത്താനും നഫ്സിനും വിട്ടുകൊടുക്കരുതേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു ഞങ്ങളെ മാതാപിതാക്കൾ, വല്യാപ്പന്മാർ, വല്യമ്മമാർ, ഭാര്യമാർ, മക്കൾ, ഉസ്താദുമാർ, ഞങ്ങളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ എല്ലാവരുടെയും ഖബറുകൾ പടച്ചവനെ നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാഹ്. ആ പാവങ്ങളുടെ ഖബറിൽ എന്താണ് നടക്കണമെന്ന് നിനക്ക് അറിയുള്ളൂ പടച്ചവനെ. ജീവിച്ചിരിക്കുന്ന കാലത്തോട് ഞങ്ങൾക്കൊക്കെ വേണ്ടി ഓടി നടക്കായിരുന്നു പടച്ചവനെ. എന്റെ കുട്ടികള്, എന്റെ പേരക്കുട്ടികൾ എന്ന് പറഞ്ഞ് ഓടുന്നതിനിടയിൽ നിസ്കാരം നോമ്പൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവും പടച്ചവൻ. ഹലാലും ഹറാമും നോക്കാതെ ചിലപ്പോൾ സമ്പാദിച്ചിട്ടുണ്ടാവും പടച്ചവൻ. പാവങ്ങൾ ഇന്നെല്ലാം വിട്ട് ഖബറിലാണ്. ഇനി അവർക്ക് തിരുത്താനോ നന്നാക്കാനോ ഒന്നും കഴിയില്ലല്ലോ അല്ലാഹ്. നീ അവർക്ക് എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ നീ അവരെ ഖബറിലേക്ക് തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആ കാരണം അവർക്ക് നീ ഖബറിൽ തണലേകണേ അല്ലാഹ്. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും കുടുംബത്തിനൊക്കെ ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കണേ പടച്ചവനെ. എല്ലാ രോഗികളുടെ ഒരു രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. മാറാ രോഗങ്ങളിൽ ഞങ്ങൾ ആരെയും കൊടുക്കരുതേ പടച്ചവനെ. ക്യാൻസർ, കിഡ്നി, എന്തൊക്കെ പേരുകളാന്നുള്ളത് നിനക്കറിയല്ലോ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ മാറാരോഗത്ത് കൊടുക്കരുതേ അല്ലാഹ്. മരിക്കണത് വരെ നല്ല ആഫിയത്ത് തരണേ പടച്ചവനെ. ജീവിതത്തിലെ ഏറ്റവും നല്ല ആഫിയത്ത് ഞങ്ങൾ അവസാന ഭാഗങ്ങളിലാക്കണേ പടച്ചവൻ. ഏറ്റവും നല്ല അമലുകൾ ഞങ്ങളെ ജീവിതത്തിന്റെ അവസാന ഭാഗങ്ങളിലാക്കണേ പടച്ചവൻ. ഏറ്റവും നല്ല റിസ്ക് ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ഭാഗത്താക്കണേ പടച്ചവൻ. അല്ലാഹുവേ പടച്ചവനെ, യാ അല്ലാഹ്, ഇരിക്കണ ഞങ്ങളെല്ലാവരും ഒരു ദിവസം മരിക്കാനുള്ളവരാണ് പടച്ചവൻ. ഉറ്റവരുടേവർ കഫൻ തുണികൾ പൊതിഞ്ഞ് ഞങ്ങളെ ഖബറിൽ കൊണ്ടുവച്ച് മണ്ണ് വാരിയിടും പടച്ചവനെ. ഖബറിന്റെ ജീവിതത്തിൽ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. പടച്ചവനെ, നീ ഞങ്ങളിൽ ഏറ്റവും സംതൃപ്തനായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് മരണം തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഏറ്റവും നിനക്ക് ഞങ്ങളുടെ ഇഷ്ടം എപ്പോഴാണോ ആ സമയത്ത് ഞങ്ങളെ റൂഹിനെ പിടിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിലും അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ രംഗങ്ങളിലും നീ ഞങ്ങളെ സഹായിക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, ഈ മസ്ജിദിനെ നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, മനുഷ്യരാശിയുടെ ഹിദായത്തിന് നീ കാരണാക്കണേ അല്ലാഹ്. മസ്ജിദ് നബവിയിൽ ഉണ്ടായിരുന്ന എല്ലാ സിഫാത്തുകളും, എല്ലാ അമാലുകളും, എല്ലാ ഗുണങ്ങളും ഇവിടെ നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ഇതിന്റെ നടത്തിപ്പ് നീ ഏറ്റവും നന്നായി അറിയുന്നവനാണ് പടച്ചവനെ. ഇതിന്റെ സാമ്പത്തിക അവസ്ഥയിൽ നീ സഹായിക്കണേ പടച്ചവനെ. പടച്ചവനെ, ഒരുപാട് മനുഷ്യർ അവരുടെ സമ്പത്ത്, ശരീരം, കഴിവ്, യോഗ്യതകൾ, ബുദ്ധി എല്ലാം ഇതിന്റെ പിന്നെ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പടച്ചവനെ. അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അവരെ സമ്പത്ത്, അവരെ കഴിവുകൾ, യോഗ്യതകൾ എല്ലാം നീ ആഫിയത്തോടെ നിലനിർത്തണേ പടച്ചവനെ. യാ അല്ലാഹ്, ബർക്കത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ പടച്ചവൻ. ഇത് മനുഷ്യരാശിയുടെ ഹിദായത്തിന് കാരണാക്കണേ അല്ലാഹ്. ഇവിടെ വന്നവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. ഒരു മനുഷ്യനെ പോലും ഹിദായത്തില്ലാതെ നീ പാഴാക്കരുതേ പടച്ചവൻ. യാ അല്ലാഹ്, എന്തെങ്കിലും ദുനിയാവിന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വന്നതാണ്, അവർക്കും നീ ഹിദായത്ത് കൊടുക്കണേ പടച്ചവനെ. ഈ ഞങ്ങൾ മസ്ജിദിനെ കണ്ടവർക്ക് പടച്ചവനെ, മസ്ജിദിനൊക്കെ അടുത്തവർക്ക് എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. ഇതിന്റെ പണികൾ ഏറ്റവും റാഹത്തായ നിലയിൽ ഹലാലായ സമ്പാദ്യം കൊണ്ട് പൂർത്തിയാക്കണേ പടച്ചവൻ. യാ അല്ലാഹ്, പടച്ചവനെ, വ്യക്തിപരമായി ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ അടിമകളിൽ പലരും, പല മുഖ്ലിസീങ്ങൾ, പല നല്ല മനുഷ്യന്മാർ പല നിലയിലും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് പടച്ചവനെ. അവർക്കൊന്നും പകരം കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല പടച്ചവനെ. നീ അവർക്കൊക്കെ പകരം കൊടുക്കണേ അല്ലാഹ്. പടച്ചവൻ, അവർക്ക് നീ പകരം കൊടുക്കണേ അല്ലാഹ്. മരിച്ചവരുണ്ട്, അവർക്ക് നീ ഞങ്ങളുടെ അമലുകൾ അവരുടെ ഖബറുകളിൽ നീ എത്തി അവർക്ക് നീ സമാശ്വാസം നൽകണേ പടച്ചവൻ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. പടച്ചവൻ, ഞങ്ങളെ ദുആ കബൂലാക്കണേ അല്ലാഹ്. കബൂലാക്കണേ അല്ലാഹ്. കബൂലാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون
വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.